മായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇപ്രാവശ്യത്തെ സുവിശേഷ യോഗങ്ങളുടെ സമാപന രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവാസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ദേശനിവാസികൾക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മൾ ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ വിവിധ നിലവാരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യാശയുടെ മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തിൽ സന്തോഷിക്കുവാനും ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. അനുഭവമുള്ള ജീവിക്കുന്നൊരു സാക്ഷിയും ഇതിനകം പങ്കിടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവപുരുഷനായ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിനെ ആധാരമാക്കി നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ സമാപന രാത്രിയിൽ ഗോത്രപിതാവായ അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാകുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കാം. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠവും പണിതു. വളരെ ക്രിസ്ത്യഗോളത്തിൽ സുപരിചിതമായ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭം തന്റെ സഹോദരപുത്രനായ ലോത്തുമായിട്ട് ഉടമ്പടി ചെയ്ത് പിരിയുകയാകുന്നു ചെയ്യുന്നത്. അബ്രഹാം ലോത്തിനോട് പറയുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ആ കരാറ് അനുസരിച്ച് ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ യോർദാൻ അക്കരെയുള്ള പ്രദേശമൊക്കെ നല്ല നീരോട്ടമുള്ള സ്ഥലങ്ങൾ എന്ന് കണ്ടിട്ട് ആ ദേശം തെരഞ്ഞെടുത്ത് അവിടങ്ങളുള്ള പട്ടണങ്ങളിലൂടെ അവൻ സഞ്ചരിച്ച് ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക്, ഒരു പട്ടണത്തിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് പട്ടണങ്ങളിൽ സഞ്ചരിച്ച് ഒടുവിൽ മഹാപാപികളെ കൊണ്ട് നിറയപ്പെട്ട സോദോം ഗൊമോറയിൽ അവൻ എത്തിപ്പാർക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ആ സമയത്ത് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാം, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തലപൊക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒന്ന് നോക്കുക. ഈ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായ അവകാശമായി തരും. ഈ ദേശത്തിന്റെ നെടുകയും കുറുകയും നീ സഞ്ചരിക്കുക. ഈ ദേശം ഞാൻ നിനക്ക് തരും. ഈ ദൈവശബ്ദം അബ്രാം കേട്ട ആ നിമിഷത്തിൽ അവൻ ബഥേലിനും ഹായ്ക്കും മധ്യ അടിച്ചിരുന്ന കൂടാരം അവിടെ നിന്ന് നീക്കി ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ വന്ന് കൂടാരമടിച്ച് അവിടെ പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠവും പണിയുവാൻ ഇടയായി തീർന്നു. അബ്രാം എന്നായിരുന്നു അവന്റെ പേരിന്റെ ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രാം എന്ന പേരിന്റെ അർത്ഥം ഉന്നത പിതാവ് എന്നാകുന്നു. എന്നാൽ പിന്നീട് ദൈവം അവന്റെ പേര് മാറ്റി അവന് അബ്രഹാം എന്ന് പേരാക്കുന്നത് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം അത് ബഹുജാതികൾക്ക് പിതാവ് എന്നാകുന്നു. ഉന്നത പിതാവ് ആയിരുന്ന അബ്രാമിനെ ബഹുജാതികൾക്ക് പിതാവായി ദൈവം അവനെ മാറ്റുകയാകുന്നു ചെയ്യുന്നത്. അബ്രഹാമിന്റെ ജീവിത ചരിത്രം നമ്മൾ പഠിച്ചാൽ ഖൽദയ പട്ടണമായ ഊര് ആയിരുന്നു അവന്റെ സ്വദേശം. ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭൂപ്രദേശമാണ് ഖൽദയ പട്ടണമായ ഊര് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ അബ്രഹാം തന്റെ പിതാവിനോടുകൂടെ പാർക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, തേജോമയനായ ദൈവം അവിടെ വെച്ച് അവന് പ്രത്യക്ഷനായി. ദൈവം അവനോട് സംസാരിക്കുകയാണ്.
നീ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോവുക. ആ ശബ്ദം അവൻ ഹാരാനിൽ വരും മുമ്പേ മെസ്സപ്പൊട്ടോമിയിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് കേട്ടിട്ട് ആ ശബ്ദത്തിനനുസരിച്ച് അബ്രഹാം അവന്റെ പിതാവായ തേരഹും അവന്റെ ഭാര്യയായ സാറായും അവന്റെ സഹോദരപുത്രനായ ലോത്തുമായിട്ട് ഹാരാനിലേക്ക് വന്നു, അവിടെ പാർത്തു. എന്നാൽ അവിടെ വെച്ച് തേരഹ് മരിക്കുവാനിടയായി തീർന്നു. പിതാവ് മരിച്ച ആ സന്ദർഭത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുവാൻ തുടങ്ങി. അതാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നീ ഇവിടെ നിന്ന് ഈ സ്വദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു പോകണം. അവിടെ ഹാരാനിൽ നിന്ന് വീണ്ടും യാത്ര തുടർന്നതായ അബ്രഹാം അവിടെ നിന്ന് കനാൻ ദേശത്ത് വന്നു. ബഥേലിനും ഹായിക്കും മധ്യ കൂടാരമടിച്ച് അവിടെ പാർത്തുകൊണ്ടിരിക്കുമ്പോഴാകുന്നു ലോത്തുമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും അവൻ ബഥേലിനും ഹായിക്കും മധ്യ അടിച്ചിരുന്ന കൂടാരം അവിടെ നിന്ന് മാറ്റി ഹെബ്രോണിൽ മമ്രയുടെ താപ്പിൽ കൂടാരമടിച്ച് അവിടെ പാർക്കുവാനും അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുവാനും ഇടയായി തീർന്നു. അബ്രഹാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോത്ര പിതാവായി അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന പേരിലാകുന്നു അറിയപ്പെടുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം നിസ്തുലമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധ പൗലോസ് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, അവൻ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചുവെന്നും അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുവെന്നുമാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ് എടുത്തുദ്ധരിക്കുന്നത്. തേജോമയനായ ദൈവത്തെ വിവിധ നിലയിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ തേജോമയനായ ദൈവം ഒരിക്കൽ സർവശക്തനായ ദൈവമായിട്ടും മറ്റൊരിക്കൽ നിത്യനായ ദൈവമായിട്ടും മറ്റൊരു സന്ദർഭത്തിൽ അത്യുന്നതനായ ദൈവമായിട്ടും വേറൊരു സന്ദർഭത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമായിട്ടും വേറൊരു സന്ദർഭത്തിൽ ജാതികളെ വിധിക്കുന്ന ദൈവമായിട്ടും മറ്റൊരു സന്ദർഭത്തിൽ സർവഭൂമിയുടെയും ന്യായാധിപതിയായിട്ടും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം ദൈവത്തോട് പക്ഷപാതം ചെയ്തു. അബ്രഹാം ദൈവത്തോട് കൂട്ടായ്മ പുലർത്തി. അബ്രഹാം ദൈവത്തിന് യാഗപീഠങ്ങളെ പണിതു. അവന്റെ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേര് ഇസഹാക്ക്. ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഉണ്ടായി. യാക്കോബിൽ നിന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളും ഇന്ന് കാണുന്ന ഇസ്രായേൽ രാഷ്ട്രവും ഉണ്ടായി തീരുവാൻ ഇടയായി തീരുകയുണ്ടായി. തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്നാൽ ഗലാത്യലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വാക്യത്തെ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചുവെന്നുള്ളത് ആ സന്തതി യേശുക്രിസ്തുവാകുന്നുവെന്ന് സ്ഥാപിക്കുന്നു. ഒരു മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുന്നത് അവൻ അബ്രഹാമിന്റെ പുത്രനാകുന്നുവെന്ന് സ്ഥാപിച്ചുകൊണ്ടാകുന്നുവെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ബഥേലിനും ഹായിക്കും മധ്യ നിന്ന് കൂടാരം ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ അടിച്ച് അവിടെ പാർത്തു. അവൻ യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതു എന്ന് വായിക്കുന്നു. അബ്രഹാം ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ പാർത്തു എന്ന വിഷയത്തെക്കുറിച്ച് ആത്മീകമായി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ അനേകമായ ആത്മീക സത്യങ്ങളെ നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം ഹെബ്രോണിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഹെബ്രോൺ ഇന്നും ഇസ്രായേലിൽ ഉള്ള ഒരു പുരാതന നഗരമാകുന്നെന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന അതിപുരാതന നഗരങ്ങളിൽ ഒരു പട്ടണമാണ് ഹെബ്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. യെരുശലേം നഗരത്തിന് ഏതാണ്ട് 31 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഹെബ്രോൺ എന്ന പട്ടണം ഇന്ന് നിലകൊള്ളുന്നത്. പുരാതന കാലത്ത് അതിനെ കിരിയത്ത് അർബ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഹെബ്രോണിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ അത് മലനാടുകളെ കൊണ്ട് നിറയപ്പെട്ട ഒരു പട്ടണമാകുന്നു ഹെബ്രോൺ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് മുന്തിരി കൃഷിക്ക് വളരെ പേരുകേട്ടൊരു സ്ഥലമാണ് ഹെബ്രോൺ എന്ന് പറയുന്നത്. അതുകൂടാതെ മാതളപ്പഴവും അത്തിയും ഒലിവും സമൃദ്ധിയായിട്ട് അവിടെ വിളയുന്നുണ്ട്. ആപ്പിളിനും വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു പട്ടണമാകുന്നു ഹെബ്രോൺ
ഹെബ്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനെ പോലെ തന്നെ അബ്രഹാമിന്റെ സന്തതികളാകുന്ന ഇസഹാക്കും യാക്കോബും അവരുടെ പരദേശ പ്രയാണ കാലയളവിൽ ഹെബ്രോണിൽ പാർത്ത് അവിടെ കൂടാരമടിച്ച് പാർത്തതായി ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മീകമായി ഹെബ്രോൺ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഫെലോഷിപ്പ് എന്നാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹെബ്രോൺ എന്ന് പറയുമ്പോൾ ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അബ്രഹാം അവന്റെ പരദേശ പ്രയാണ കാലയളവിൽ ഹെബ്രോണിൽ പാർത്തു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ പ്രവാസികളും പരദേശികളുമാകുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഈ പരദേശ പ്രയാണ കാലയളവിൽ ഒരു ഹെബ്രോണിന്റെ അനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെയും ഈ ലോകത്തിലെ പരദേശ പ്രയാണ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരും ഒരു ഹെബ്രോണിന്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നവരും ആയിത്തീരണമെന്ന് ഈ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ നമ്മുടെ പരദേശ പ്രയാണ ജീവിത കാലയളവിൽ പ്രവാസികളും പരദേശികളുമാകും നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നവർ ആയിരിക്കണം. നമ്മൾ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ യോഹന്നാൻ നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കിയാട്ടെ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ അവിടെ ഓർപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത് പിതാവിനോടുണ്ടായിരിക്കണം, രണ്ടാമത് അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ടായിരിക്കണം. പിതാവിനോട് കൂട്ടായ്മയുണ്ടായിരിക്കുക അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഹെബ്രോണിന്റെ അനുഭവത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. എപ്രകാരമാണ് ഒരു ഭക്തൻ ഒരു പരദേശ പ്രയാണം ചെയ്യുന്ന വ്യക്തി ഈ ലോകത്തിൽ സർവശക്തനായ പിതാവായ ദൈവത്തോട് ഒരു കൂട്ടായ്മയുടെ ബന്ധത്തെ പാലിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നത്? തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പിതാവായ സർവശക്തനായ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ആ സവിശേഷതയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് 3 ഭാഗങ്ങളുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇവിടെ 3 വിഷയങ്ങൾ നമുക്ക് പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നു. ഒന്നാമത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതൽ ആരംഭത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി വെളിച്ചത്തിൽ ജീവിക്കേണ്ടതാകുന്നു. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ ദൈവത്തോട് കൂട്ടായ്മയുള്ള ഒരു വ്യക്തി വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു. മൂന്നാമത് ചിന്തിക്കേണ്ടത്, ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഭോഷ്ക് പറയുകയാകുന്നു ചെയ്യുന്നത്.
ആകയാൽ ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ആകയാൽ ദൈവത്തോട് കൂട്ടായ്മ പാലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ അവൻ വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു. അടുത്തത്, വെളിച്ചത്തിൽ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്കു പറയുന്നവരായി തീരുവാൻ ഇടയായിത്തീരും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ ദൈവമാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ദൈവം വെളിച്ചങ്ങളുടെ പിതാവാകുന്നു. യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചത്തെ കുറിച്ച് പറയുന്നത്, വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നുണ്ട്, ദൈവത്തിന് ചുറ്റും ഭയങ്കരമായ തേജസ്സും വെളിച്ചവും ഉണ്ടെന്ന് പറഞ്ഞുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ നമ്മുടെ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മുടെ കർത്താവ് യേശുമശിഹ ലോകത്തിൽ അവതരിക്കുന്നതിന് 600 വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് മശിഹയുടെ ലോകാവതാരത്തെ കുറിച്ച് ആത്മാവിൽ പ്രവചിച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരും. യേശുക്രിസ്തു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി തീരുവാൻ കാരണം അവൻ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും അവന്റെ തത്വത്തിന്റെ മുദ്രയുമായി ലോകത്തിൽ അവതരിച്ചവനാണ്. പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായി ലോകത്തിൽ അവതരിച്ച കർത്താവ് യേശുക്രിസ്തു അവൻ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. ആ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ പിൻഗമിക്കുന്നവൻ അവൻ വെളിച്ചത്തിലുള്ളവനായി തീരുവാൻ ഇടയായി തീരും. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ, സർവശക്തനായ ദൈവത്തെ, അവന്റെ പുത്രനെ പിൻഗമിക്കുന്ന, വെളിച്ചങ്ങളുടെ പിതാവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന്റെ വെളിച്ചമായി തീരും. അത് മാത്രമല്ല, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നുവിടുന്നവരും ആയി തീരുവാൻ ഇടയായി തീരും. ആകയാൽ ലോകത്തിൽ നിങ്ങൾ വെളിച്ചങ്ങളായി കാണപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന ഭക്ഷണം ഒരിക്കലും മറഞ്ഞിരിക്കുവാൻ പാടുള്ളതല്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്ന ഒരുത്തൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവം വെളിച്ചമാണ്, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതുകൊണ്ട് അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നവൻ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നവൻ ആയിരിക്കണം. ആകയാൽ ഒരു ഹെബ്രോണിന്റെ അനുഭവം പിതാവായ ദൈവത്തോട് പാലിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവർ ആയിരിക്കണം. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. ആകയാൽ കർത്താവിനെ പിൻഗമിക്കുന്ന ഒരു ഭക്തൻ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനും ഉള്ളവർ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തോട് കൂട്ടായ്മയുള്ള ഒരു ഭക്തൻ ഒരിക്കലും രാത്രിക്കുള്ളവനല്ല, ഒരിക്കലും ഇരുളിനുള്ളവരല്ല, മറിച്ച് അവൻ പകലിന്റെ മക്കളും അവൻ വെളിച്ചത്തിന്റെ മക്കളുമാകുന്നു. ആകയാൽ വെളിച്ചത്തിന്റെ മക്കളെ, അത് മാത്രമല്ല പകലിന്റെ മക്കളെ, രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ലാത്തതിനാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അത് നമ്മെ ഓർപ്പിക്കുന്നത്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് നിങ്ങൾ ഒരിക്കലും കൂട്ടാളികളായി തീരരുത്. ആകയാൽ വെളിച്ചത്തിന്റെ മക്കൾ ഒരിക്കലും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത്. പകലിന്റെ മക്കൾ ഒരിക്കലും ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത്. കാരണം
രാത്രിക്കും ഇരുളിലും ഉള്ളവർ അല്ല. ആകയാൽ നാം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് ഒരിക്കലും കൂട്ടാളികളായി തീരരുത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഈ ലോകം അന്ധകാര ലോകമാണ്. ഈ ലോകത്തിന്റെ അധിപതി അന്ധകാര ലോകത്തിന്റെ അധിപതിയാണ്. ഈ ലോകം അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണമെന്ന്. ആകയാൽ ഈ ഇരുളടഞ്ഞ പാപ ലോകത്തിന്റെ ഇരുളിനൊത്തവണ്ണം ഒരു ഭക്തൻ ഒരിക്കലും നടക്കരുത്. ആകയാൽ ഇരുട്ടിന്റെ പ്രയോജനരഹിതമായ ഉപയോഗശൂന്യമായ പ്രവർത്തികൾക്ക് ഒരിക്കലും ഒരു ദൈവപൈതൽ വശംവദനായി തീരരുത്. അതുകൊണ്ടാണ് റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് സ്നേഹത്തോടെ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവൻ പറയുന്നു, പകൽ സമയത്തെന്ന പോലെ നിങ്ങൾ മര്യാദയോടെ ലോകത്തിൽ ജീവിച്ചുകൊള്ളണം. ഈ ഇരുളടഞ്ഞ ലോകത്തിൽ ദൈവത്തെ പിൻഗമിക്കുന്ന, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ഭക്തനെ നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ പകൽ സമയത്തെന്ന പോലെ, രാത്രി ആയിക്കൊള്ളട്ടെ പകലായിക്കൊള്ളട്ടെ, പകൽ സമയത്തെന്ന പോലെ മര്യാദയോടെ നീ നടക്കുന്നവനായിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലുമല്ല, ശയനമോഹത്തിലും ദുർമോഹത്തിലുമല്ല, പിണക്കത്തിലും അസൂയയിലും നീ നടക്കുന്നവനായി തീരരുത്. അകൽ ഈ നിലവാരത്തിലൊക്കെ നടക്കുന്നവൻ ഇരുട്ടിൽ നടക്കുന്നവനാ. ഈ നിലവാരത്തിൽ നടക്കുന്നവൻ അവൻ വെളിച്ചത്തിൽ നടക്കുന്നവനല്ല. അവൻ ഇരുട്ടിന്റെ സന്തതിയാകുന്നു, അവൻ രാത്രിയുടെ സന്തതിയാകുന്നു. ആരെന്നറിയാമോ? വെറുക്കൂത്തുകൾ കാണുന്നവർ. എന്ന് വെച്ചാൽ സിനിമയുടെ പിന്നാലെ, നാടകത്തിന്റെ പിന്നാലെ, ഡിസ്കോ ഡാൻസിന്റെ പിന്നാലെ. കണ്ടില്ലേ, ഫ്രാൻസിൽ ഇപ്രവാസം വെടിയുതിർക്കുവാനിടയായി തീർന്നു. വെടിയുതിർച്ചതിന് ഒരിക്കലും ന്യായീകരിക്കുകയല്ല, അത് ഭയങ്കരമായ തെറ്റ്, ലോകത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്തത്. എങ്കിലും അത് നടന്നതെന്തെന്നറിയാമോ? ഒരു തിയേറ്ററിനകത്ത് അടച്ചിട്ട് നടന്നത് പൈശാചികമായ സംഗീതമായിരുന്നു. എന്ന് വെച്ചാൽ പിശാചിന്റെ ആരാധന, പിശാചിന്റെ സംഗീതം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെയ്തത്. എത്രയോ കാണികൾ അത് കേട്ട്, ഡെത്ത് മ്യൂസിക് കേട്ട്, മെറ്റൽ മ്യൂസിക് കേട്ട് സന്തോഷിച്ചാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്ത, വെറിക്കൂത്തിന് നീ അടിമപ്പെട്ടു പോകരുത്. ലോകത്തിന്റെ സന്തോഷം, ലോകത്തിന്റെ നാടകങ്ങൾ, ലോകത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള കലാപരിപാടികൾ, ഈ വിധത്തിലുള്ള പ്രവർത്തികൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ നീ രാത്രിക്കുള്ളവനാണ്, നീ ഇരുട്ടിലുള്ളവനാണ്. തിരുവെടുത്ത് വിളിച്ചു പറഞ്ഞ വെളിച്ചത്തിന്റെ മക്കൾ ഒരിക്കലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വെറിക്കൂത്തുകൾക്ക് അടിമപ്പെടത്തില്ല. അടുത്തത് മദ്യപാനത്തിലല്ല. മദ്യപിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വെളിച്ചത്തിന്റെ മകനല്ല. മദ്യപിക്കുന്നവൻ പകലിന്റെ മകനുമല്ല, മറിച്ചോ മദ്യപിക്കുന്നവൻ രാത്രിയുടെ സന്തതിയാകുന്നു. അതല്ലേ തിരുവെടുത്ത് വിളിച്ചു 1 തെസ്സലോനിക്കർ 5:7 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, മദ്യപിക്കുന്നവനോ രാത്രിയിൽ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു, രാത്രിയിലെ കുടിക്കുമെന്നല്ല. നീ പകല് കുടിച്ചാലും ശരി, രാത്രിയിൽ കുടിച്ചാലും ശരി, നീ ചെയ്യുന്നത് രാത്രിയുടെ പ്രവൃത്തിയാണ്. നീ ചെയ്യുന്നത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. മദ്യപാനം ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്, രാത്രിയുടെ പ്രവൃത്തിയാണ്. ശയനമോഹങ്ങളും ദുർമോഹങ്ങളും അടങ്ങുന്ന ദുർനടപ്പ് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. പിണക്കവും അസൂയയും അത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. ആകയാൽ വെളിച്ചത്തിന്റെ മക്കളെ, പകലിന്റെ മക്കളെ, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നെങ്കിൽ ഒരിക്കലും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് ദൈവമക്കൾ കൂട്ടാളികളായി തീരരുത്. അത് മാത്രമല്ല, ഇരുളടഞ്ഞ ഈ ലോകത്തിൽ വെളിച്ചങ്ങളായി ജീവിക്കുമ്പോൾ നമുക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകും. വലിയ പ്രയാസമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ. വെളിച്ചങ്ങളായി ഇരുൾ മൂടിക്കിടക്കുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തിരുവെടുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു, ഇരുട്ടിന്റെ ശക്തികളോട് പോരാടി ജയിക്കുവാൻ വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങളെ ധരിച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ ഒരു ഭക്തൻ ജീവിക്കുവാൻ. തെസ്സലോനിക്കർക്ക് എഴുതി 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്, നാം പകലിനുള്ളവരാകിയാൽ, നാം വെളിച്ചത്തിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ കവചമായി ധരിച്ചു കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ഒരു കവചം ഉണ്ടാകണം. ശത്രുവിന്റെ ഇരുട്ടിന്റെ ശക്തികളോട് പോരാടി ജയിക്കുവാൻ, ഈ ലോകത്തിന്റെ തിന്മകളോട് പാപത്തിന്റെ ശക്തികളോട് പോരാടി ജയിക്കുവാൻ വെളിച്ചത്തിന്റെ സന്തതികളെ, സർവശക്തനായ വെളിച്ചങ്ങളുടെ പിതാവിനോട് കൂട്ടായ്മ ആചരിക്കുന്ന പകലിന്റെ മക്കളെ, നിങ്ങൾക്കൊരു കവചം ഉണ്ടായിരിക്കണം. അതെന്തെന്നറിയാമോ? വിശ്വാസം നിങ്ങളുടെ കവചമായിരിക്കണം. അടുത്തത്, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ കവചമായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ തലയിൽ ഒരു ശിരസ്ത്രമുണ്ടായിരിക്കണം. അത് രക്ഷയുടെ പ്രത്യാശ നിങ്ങളുടെ തലയിലെ ശിരസ്ത്രമായിരിക്കണം. നിങ്ങളുടെ തലയിൽ ഒരു തൊപ്പിയിരിക്കുവാനിടയായി തീരട്ടെ. എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, രക്ഷയുടെ പ്രത്യാശ എന്റെ തലയിലെ കിരീടമാകും
ശക്തിയാകുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തിയെ നിനക്ക് എന്റെ മേൽ അധികാരമില്ല, മദ്യത്തിന്റെ ശക്തിയെ നിനക്ക് അധികാരമില്ല, ഈ ലോകത്തിന്റെ പാപത്തിന്റെ ശക്തിയെ നിനക്ക് എന്റെ മേൽ അധികാരമില്ല. കാര്യം എന്റെ തലയിൽ ഒരു കിരീടം ഇരിക്കുന്നു, അത് രക്ഷയുടെ പ്രത്യാശയാണ്. ഞാനൊരു കവചം ധരിച്ചിട്ടുണ്ട്, അത് ദൈവത്തിങ്കലുള്ള വിശ്വാസവും അവങ്കലുള്ള സ്നേഹവുമാകുന്നു. ആകയാൽ ഈ ലോകത്തിൽ ഒരു ഭക്തൻ ജീവിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം, വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങൾ ധരിക്കുന്നവരായിരിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, സകല സൽഗുണവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി കാണപ്പെടണം. വെളിച്ചത്തിന്റെ ആയുധവർഗങ്ങൾ ധരിച്ചാൽ മാത്രം പോരാ, വെളിച്ചത്തിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നവരുമായിരിക്കണം. എന്താണ് വെളിച്ചത്തിന്റെ ഫലം എന്നറിയാമോ? സകല സൽഗുണങ്ങളും വെളിച്ചത്തിന്റെ ഫലമാണ്. നീതി വെളിച്ചത്തിന്റെ ഫലമാണ്. സത്യം വെളിച്ചത്തിന്റെ ഫലമാണ്. നീ വെളിച്ചത്തിൽ വസിക്കുന്നവനാണെങ്കിൽ, നീ പകലിന്റെ മകനാണെങ്കിൽ, നിന്നിൽ സൽഗുണങ്ങളെ കൊണ്ട് നിറയപ്പെടണം. ദൈവത്തിന്റെ നീതി നിന്നിൽ ഉണ്ടായിരിക്കണം. നിന്റെ അന്തർഭാഗത്തൊരു സത്യവും പരമാർത്ഥതയും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും പറയുന്നു, നീ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുകയും ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ സഹോദര, നീ പറയുന്ന ഫോഷ്ക, നീ കള്ളനാകുന്നു. നീ പറയുന്നു എനിക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട്, പക്ഷെ നീ നടക്കുന്നത് ഇരുട്ടില്ല. നീ ആരും കാണാതെ രഹസ്യമായി മദ്യപിക്കുന്നുണ്ട്. പേര് ക്രിസ്ത്യാനി എന്നാണ്, പക്ഷെ ഷാപ്പിൽ നിന്നിറങ്ങുവാൻ സമയമില്ല. പേര് ക്രിസ്ത്യാനിയാണ്. സകല വെറുക്കൂത്തിന് മുൻപിലുണ്ട്, സകല ദുഷ്പ്രവർത്തിക്ക് മുൻപിലുണ്ട്. വെളിച്ചത്തിൽ വസിക്കുന്നു, ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്നു, നടപ്പ് ഇരുട്ടിലാണെങ്കിൽ കർത്താവ് നിന്നെ നോക്കി പറഞ്ഞു, നീ കള്ളനാണ്, നീ പറയുന്നത് ഫോഷ്കാണ്. ഒരുപക്ഷെ സഭ നിന്നെ അംഗീകരിച്ചേക്കാം, നിൽക്കുന്ന സമുദായം നിന്നെ അംഗീകരിച്ചേക്കാം, പക്ഷെ ദൈവം തമ്പുരാൻ പറയും, നീ ഫോഷ്ക്ക് പറയുക, എന്നോട് നിനക്ക് കൂട്ടായ്മയില്ല. എന്നോട് കൂട്ടായ്മയുണ്ടോ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ വിട്ടേക്കണം. അതിനോട് നിനക്ക് സംസർഗമുണ്ടാവരുത്. മദ്യപിക്കുന്നവൻ ഒരു കാരണവശാലും ദൈവത്തോട് കൂട്ടായ്മയില്ല. ദുർനടപ്പാതിരിക്കുന്നവൻ ദൈവത്തോട് കൂട്ടായ്മയില്ല. വെറുക്കൂത്തിന് അടിമപ്പെടുന്നവൻ ദൈവത്തോട് കൂട്ടായ്മയില്ല. ഇരുട്ടിന്റെ ശക്തികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ അവൻ ഒരുപക്ഷെ കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞാലും ദൈവം പറയും, നീ പറയുന്നത് ഫോഷ്ക, നിന്നിൽ സത്യം അല്പം പോലും ഇല്ല. കാരണം നിനക്ക് എന്നോട് കൂട്ടായ്മയുണ്ടെങ്കിൽ ഞാൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നീ വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിന്റെ ആയുധവർഗം നീ ധരിക്കണം. വെളിച്ചത്തിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുന്നവൻ ആയിരിക്കണം. ആകയാൽ നമ്മൾ ഹെബ്രോണിന്റെ അനുഭവത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവത്തോട് നമുക്കൊരു കൂട്ടായ്മയുണ്ടാകണം. അടുത്തത്, നമുക്ക് കൂട്ടായ്മയുടെ രണ്ടാമത്തെ ഭാഗം, ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ രണ്ടാമത് യേശുക്രിസ്തുവിനോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിനോട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കൂട്ടായ്മ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തിരുവെടുത്ത് അതിനെ വീണ്ടും രണ്ടായി തിരിച്ചു പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അവന്റെ രക്തശരീരങ്ങളോടുള്ള കൂട്ടായ്മ. യേശുക്രിസ്തുവിന്റെ രക്തശരീരങ്ങളോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. രണ്ട്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആകയാൽ യേശുക്രിസ്തുവിനോട്, പുത്രനോട് കൂട്ടായ്മയുണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഒന്ന്, യേശുവിന്റെ രക്തശരീരങ്ങളോട് നമുക്ക് കൂട്ടായ്മ. രണ്ട്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ. അതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. യേശുക്രിസ്തുവിന്റെ രക്തശരീരങ്ങളോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 10-16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 10:16 വായിച്ചാട്ടെ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുക്രിസ്തുവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ഈ അപ്പം അവന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ലയോ? ആകയാൽ ഒരു ദൈവപൈതൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തോടൊരു കൂട്ടായ്മയുള്ളവനായിരിക്കണം. അവന്റെ ശരീരത്തോട് നമുക്ക് കൂട്ടായ്മയുള്ളവനായിരിക്കണം. ഇത് നമുക്ക് എങ്ങനെ പാലിക്കുവാൻ സാധിക്കും? അത് രണ്ട് വിധത്തിൽ പാലിക്കുവാൻ സാധിക്കും. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്തത്തോട് നമുക്ക് എങ്ങനെ കൂട്ടായ്മ പാലിക്കുവാൻ സാധിക്കും? അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്തോട് നമ്മൾ കൂട്ടായ്മ പാലിക്കേണ്ടതിന്റെ ആവശ്യകത
ആവശ്യകത എന്താണ്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തി യേശുവിന്റെ രക്തത്തോട് കൂട്ടായ്മ പാലിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? കാരണമുണ്ട്. തിരുവെടുത്ത് നമ്മൾ പഠിച്ചാൽ അനേക വിഷയങ്ങൾ കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ രക്തത്തോട് കൂട്ടായ്മ പാലിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ അനേക വിഷയങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ രക്തമാണ്, യേശുവിന്റെ രക്തമാണ് എന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞത്. അതുകൊണ്ട് എനിക്ക് യേശുവിന്റെ രക്തത്തോടൊരു കൂട്ടായ്മയുണ്ട്. എനിക്ക് യേശുവിന്റെ രക്തത്തോട് കൂട്ടായ്മയുണ്ട്. കാരണം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തമാണ് എന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആ രക്തത്തോടൊരു കൂട്ടായ്മയുണ്ട്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന്റെ രക്തത്തോട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. കാരണം മാനവജാതി ലോകത്തിൽ എത്രയോ കോടി മനുഷ്യരുണ്ട്. അവരൊക്കെ പാപമോചനത്തിന് എന്തെല്ലാം മാർഗങ്ങൾ തേടി ഓടുന്നു. ചിലയാണെങ്കിൽ ശരീരത്തെ പോലെ ദണ്ഡിപ്പിക്കുന്നുണ്ട്, ചില നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുന്നുണ്ട്, ചില തീർത്ഥാടന യാത്രകൾ നടത്തുന്നുണ്ട്. ഏതെല്ലാം ത്യാഗങ്ങളിലൂടെയാണ് അവിടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ നോക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ പ്രയത്നങ്ങളൊക്കെ വൃഥാവായി തീരുന്നു. ഒരിക്കലും അവര് പാപമോചനം ലഭിക്കുന്നില്ല. അവന്റെ പാപത്തിന് പ്രായശ്ചിത്തവും പരിഹാരവും ലഭിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ പാപങ്ങൾ കർത്താവ് മായ്ച്ചു കളഞ്ഞു. നമ്മുടെ പാപങ്ങളെ കർത്താവ് കഴുകി. അതിന് ഹേതുവായി തീർന്നത് എന്തെന്നറിയാമോ? നസ്രായന്റെ രക്തമാണ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തം എന്റെ പാപത്തെ കഴുകി കളഞ്ഞതുകൊണ്ട് എനിക്ക് ആ രക്തത്തോടൊരു കൂട്ടായ്മ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ പാപം കഴുകിക്കളഞ്ഞ രക്തമേ, ഈ ലോകത്തിൽ ജീവിക്കും കാലം എനിക്ക് നിന്നോടൊരു കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ട് രക്തത്തോട് നമുക്കൊരു കൂട്ടായ്മ. അതിന്റെ കാരണം നമ്മുടെ പാപത്തെ കഴുകിക്കളഞ്ഞത് യേശുവിന്റെ രക്തമാണ്. രണ്ടാമത്, രക്തത്തോട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. അതിന്റെ കാരണം പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നശിച്ചു പോകേണ്ട എന്നെ, നഷ്ടപ്പെട്ടു പോകേണ്ട എന്നെ വില കൊടുത്ത് വീണ്ടെടുത്തത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് എനിക്ക് ആ രക്തത്തോടൊരു കൂട്ടായ്മയുണ്ട്. കാരണം ഈ ലോകത്തിൽ പാപിയായി ജനിച്ചു, പാപത്തിന്റെ ശിക്ഷയേറ്റ് പാതാള വാതിലകം പൂകി നശിച്ചു പോകേണ്ട എന്നെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ പൈതലാക്കി തീർത്തത് യേശുവിന്റെ രക്തമാണ്. ദൈവനീതിക്ക് ലോകത്തിൽ വിലയർപ്പിക്കുവാൻ യാതൊന്നുമില്ലാതിരിക്കെ നസ്രായൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം ദൈവനീതിക്ക് വില നൽകി എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഞാനിന്ന് ലോകത്ത് സന്തോഷവാനായിരിക്കുന്നു. ഞാൻ പാപത്തിനൊന്നും അടിമയല്ല, ഇരുട്ടിന്റെ ശക്തികൾക്ക് അടിമയല്ല, പാതാളത്തിന്റെ ശക്തികൾക്ക് അടിമയല്ല. കാരണം എന്റെ കർത്താവിന്റെ അകൃത്യത്തിൽ നിന്നും, എന്റെ പാപത്തിൽ നിന്നും, എന്റെ സാത്താന്റെ ശക്തികളിൽ നിന്നും, ആ പാതാള വാതിലകത്തു നിന്നും എന്റെ കർത്താവിനെ വിടുവിച്ചതിന് വില കൊടുത്തത് എന്തെന്നറിയാമോ? അവന്റെ തങ്കച്ചോരയാണ്. അതുകൊണ്ട് എന്നെ വീണ്ടെടുത്ത രക്തത്തോട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇന്ന് രാത്രി എത്ര മക്കളത് വിശ്വസിക്കുന്നു? എന്റെ കർത്താവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി എന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു? നസ്രായൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന ദൈവനീതിക്ക് വില കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുണ്ടെങ്കിൽ, ആ വിലയ്ക്ക് വാങ്ങിയ രക്തമേ, എന്നെ വീണ്ടെടുത്ത രക്തമേ, എന്റെ പാരമ്പര്യത്തിൽ നിന്ന് വീണ്ടെടുത്ത രക്തമേ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വീണ്ടെടുത്ത രക്തമേ, പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്ത രക്തമേ, എനിക്ക് നിന്നോടൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. ആകയാൽ യേശുക്രിസ്തുവിനോടുള്ള രക്തത്തോടുള്ള കൂട്ടായ്മയുടെ കാരണം ഒന്ന്, ആ രക്തമാണ് എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞത്. ആ രക്തമാണ് നഷ്ടപ്പെട്ടു പോയി എന്നെ വില കൊടുത്ത് വീണ്ടെടുത്തത്. മൂന്നാമത്, റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നുവെന്ന് പറഞ്ഞ് ലോകത്തിലെ മാനവ ജനതയെ അനീതിയുടെ ലോകത്തിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ നീതികെട്ടവനായ എന്നെ ഒരു വിലയും വാങ്ങാതെ നീതീകരിച്ച ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയത് നസ്രായന്റെ രക്തമാണ്. സ്തോത്രം. അവന്റെ രക്തമാണ് എന്നെ നീതീകരിച്ചത്. എന്റെ ജീവിതത്തിൽ ഒരു നന്മയല്ല, എന്റെ ജീവിതത്തിൽ ഒരു നീതിയല്ല, എന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയുമല്ല. നീതികെട്ടവനായി എന്നെ നീതീകരിച്ച ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയത് നസ്രായൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ്. അവന്റെ രക്തത്താലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ ധൈര്യം ലഭിച്ചത്. ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നീതികെട്ട എനിക്ക് ഒരിക്കലും പോയി നിൽക്കുവാൻ സാധ്യമല്ലായിരുന്നു. പക്ഷേ നസ്രായൻ തന്റെ രക്തം കൊണ്ട് അവങ്കിലുള്ള എന്റെ വിശ്വാസം മാത്രം കണക്കിലെടുത്ത് അവന്റെ കൃപയാൽ അവന്റെ രക്തം കൊണ്ട് എന്നെ നീതീകരിച്ചത് കൊണ്ട് എനിക്കിന്ന് ധൈര്യത്തോടെ ദൈവം മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നു. ആകയാൽ ആ രക്തം എന്നെ നീതീകരിച്ചത് കൊണ്ട് എനിക്ക്
എനിക്ക് ആ രക്തത്തോടൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, എനിക്ക് എന്റെ കർത്താവിന്റെ രക്തത്തോട് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. കാരണം എബ്രായ ലേഖനം 13-17 വരുമ്പോൾ, ഒരു കാലത്ത് അശുദ്ധൻ എന്ന് പറഞ്ഞ് പാളയത്തിന്റെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് എന്നെ രക്ഷിച്ച് എന്നെ ശുദ്ധീകരിക്കുവാൻ ക്രൂശും ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് മരിച്ച യേശുവിന്റെ രക്തമാണ് എന്റെ അശുദ്ധനായി എന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കി തീർത്തത്. ആകയാൽ എന്നെ വിശുദ്ധീകരിച്ചത് യേശുവിന്റെ രക്തമാണ്. ന്യായപ്രമാണം എന്നെ പാളയത്തിന് പുറത്ത് അശുദ്ധൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ നസ്രായൻ എന്നെ വിശുദ്ധീകരിക്കുവാൻ ക്രൂശും ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് അവന്റെ രക്തം ചീന്തി എന്നെ ശുദ്ധീകരിച്ചെങ്കിൽ, എന്നെ വിശുദ്ധനാക്കി തീർത്തെങ്കിൽ, എനിക്ക് ആ രക്തത്തോട് കൂട്ടായ്മ പാലിക്കാതിരിക്കുവാൻ സാധിക്കുമോ? ആകയാൽ എനിക്ക് എന്നെ വിശുദ്ധീകരിച്ച, എന്നെ വിശുദ്ധനാക്കി തീർത്ത ആ യേശുവിന്റെ രക്തത്തോട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, എഫേസ്യ ലേഖനം 2-13 വരുമ്പോൾ, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്ന് ലോകത്തിൽ ദൈവമില്ലാതെ, ദൈവത്തിൽ നിന്ന് ദൂരമേ അകന്ന് ലോകത്തിൽ പ്രത്യാശയില്ലാതെ ജീവിച്ച എന്നെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവത്തോട് ഏറ്റവും സമീപസ്ഥനാക്കി തീർത്തത് എന്റെ കർത്താവിന്റെ രക്തമാണ്. ഒരു കാലത്ത് ദൈവത്തിൽ അകന്ന് ജീവിച്ച എന്നെ ദൈവത്തോട് അടുപ്പിച്ച് അവന് സമീപസ്ഥനാക്കി ദൈവത്തിന്റെ ചാരെ കൊണ്ടുവന്ന്, ദൈവത്തിന്റെ ഏറ്റവും അടുത്തു കൊണ്ടുവന്ന് എന്നെ നിർത്തിയത്, ദൂരസ്ഥനായിരുന്ന എന്നെ സമീപസ്ഥനാക്കി തീർത്തത് എന്റെ കർത്താവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഞാൻ ലോകത്ത് ജീവിക്കുമ്പോൾ, കുഞ്ഞാടേ, നിന്റെ രക്തത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ടായിരിക്കും. അത് മാത്രമല്ല, കൊലോസ്യ ലേഖനം 1-20 വരുമ്പോൾ, എന്റെ കർത്താവിന്റെ രക്തമാണ് എനിക്ക് സമാധാനത്തെ തന്ന് എന്നെ ദൈവത്തോട് നിരപ്പിച്ചത്. ഒരിക്കൽ ദൈവത്തിന് ഞാൻ ശത്രുവായിരുന്നു. അവൻ ക്രൂശിൽ കുരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി അവൻ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. ആകയാൽ ഇന്ന് ഞാൻ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുന്നു. എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആകയാൽ മനുഷ്യരോട് സമാധാനമുണ്ട്. എന്റെ അന്തരാത്മാവിന് സമാധാനമുണ്ട്. കാരണം എന്റെ കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം എന്റെ ഹൃദയത്തിൽ സമാധാനത്തെ തന്നു. ആ രക്തമാണ് ദൈവത്തെ എന്നെയും തമ്മിൽ നിരപ്പിച്ചൊന്നാക്കി തീർത്തത്. ആകയാൽ ദൈവത്തോട് സമാധാനമായി ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നതിനാൽ ലോകം തരാത്ത സമാധാനം ഇന്ന് ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ അനുഭവിക്കുന്നെങ്കിൽ, ആ സമാധാനത്തിന്റെ രക്തം നസ്രായൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ട് ആ രക്തത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇനിയും എനിക്ക് ആ രക്തത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ കാരണമുണ്ട്. എബ്രായ ലേഖനം 9-13 വരുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെച്ച് അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങൾക്കും ആരാധനകൾക്കും പുറത്ത് അഗ്രചർമ്മി എന്നും ആ ലോകത്തിന്റെ പുറത്ത് നായ്ക്കളെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഞങ്ങളെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാതെ പുറംപറമ്പിൽ എറിയപ്പെട്ട അന്യദേവന്മാരെ, ജീവനില്ലാത്ത ദേവന്മാരെ സേവിച്ചുകൊണ്ട് നടന്ന ഞങ്ങളെ സത്യദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളുടെ മനസാക്ഷിയിലെ അശുദ്ധിയെ കഴുകിക്കളഞ്ഞ് ദൈവം മുമ്പാകെ കൊണ്ട് നിർത്തിയത് എന്റെ കർത്താവിന്റെ രക്തമാണ്. ഇന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ഞാൻ നിറഞ്ഞ മനസ്സോടെ ആത്മാവിലും സത്യത്തിലും കരങ്ങളടിച്ച് അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർത്തത് നസ്രായന്റെ രക്തമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ രക്തത്തോട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ടായിരിക്കും. അത് മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-28 വരുമ്പോൾ, ലോകത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ ക്രിസ്തുവിന്റെ സഭയാക്കി തീർത്തത്, അവന്റെ കാന്തയാക്കി തീർത്തത്, അവന്റെ നിർമ്മല മണവാട്ടിയാക്കി തീർത്തത്, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയെ സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന അവന്റെ തിരുസഭയാക്കി തീർത്തത് അവന്റെ രക്തമാണ്. അവന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണെന്നെ അവന്റെ സഭയാക്കി എന്നെ മാറ്റിയതാണ്. അതുകൊണ്ട് ഞാനിന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ സഭയായിരിക്കുന്നെങ്കിൽ, അവന്റെ കാന്തയായിരിക്കുന്നെങ്കിൽ, അതിന്റെ പിന്നിൽ ഒരു രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. അത് നസ്രായന്റെ രക്തമാണ്. ആ രക്തമാണ് അവന്റെ മണവാട്ടിയാക്കി എന്നെ മാറ്റിയത്. ആ രക്തമാണ് അവന്റെ കാന്തയാക്കി എന്നെ തീർത്തത്. ആ രക്തമാണ് അവന്റെ വിശുദ്ധ സഭയാക്കി എന്നെ തീർത്ത് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ
ജീവിക്കുവാൻ എനിക്ക് ധൈര്യം പകർന്നത്. അതുകൊണ്ട് ഞാൻ ആ രക്തത്തോട് കൂട്ടായ്മയുള്ളവൻ ആയിരിക്കും. അതിനേക്കാൾ ഉപരി എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ അതിവിശുദ്ധ സ്ഥലമാകുന്ന സിയോനിലേക്ക്, യെരുശലേമിലേക്ക് പ്രവേശിക്കുവാൻ എന്റെ ഹൃദയത്തിൽ ധൈര്യം പകർന്നു തന്നത് യേശുവിന്റെ രക്തമാണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് ധൈര്യം പകർന്നു തന്നത് യേശുവിന്റെ രക്തമാണ്. സിയോനെ ഓർത്ത് സന്തോഷിക്കുവാൻ, യെരുശലേമിലേക്ക് എന്റെ കാലടികൾ വെക്കുവാൻ എനിക്ക് ധൈര്യം പകർന്നു തന്നത് എന്റെ യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ആ രക്തത്തോട് എനിക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അവസാനമായി ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകം 12-ന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് എന്നെ കീഴ്പ്പെടുത്തി അടിമയാക്കി വെച്ചിരുന്ന സാത്താനെയും അവന്റെ ശക്തികളെയും തകർക്കുവാൻ സാധിച്ചത് കുഞ്ഞാടിന്റെ രക്തമാണ്. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി സാത്താനെ ജയിച്ചുവെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ആകെ ശത്രുവിന്റെ സകല ബലത്തെയും തകർത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ, പിശാചിനെ ആയുധവർഗം വെപ്പിക്കുവാൻ, പിശാചിന്റെ മുമ്പിൽ ജയഘോഷം കൊള്ളുവാൻ എന്നെ പ്രാപ്തനാക്കി തീർത്തത് നസ്രായനായ യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഭക്ത പരദേശവാസിയെ, നീ ഈ ലോകത്തിൽ പരദേശ പ്രയാണത്തിൽ അവന്റെ രക്തത്തോട് നിനക്കൊരു കൂട്ടായ്മയുള്ളവനായി നീ ജീവിക്കണം. സ്തോത്രം. അവന്റെ രക്തത്തോട് കൂട്ടായ്മ നീ പാലിക്കണം. അത് കർത്തൃമേശയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ രക്തത്തോടുള്ള കൂട്ടായ്മയുടെ പരസ്യ പ്രഖ്യാപനമാണ് നമ്മൾ ഈ ലോകത്തിൽ നടത്തേണ്ടത്. ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നു, തിരുമേശയിൽ സംബന്ധിച്ച യേശുവിന്റെ രക്തത്തിന് സദൃശ്യമായ വീഞ്ഞ് നമ്മൾ പാനം ചെയ്യുമ്പോൾ, യേശുവേ നിന്റെ രക്തത്തോട് ഞാൻ കൂട്ടായ്മ പാലിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ രക്തത്തോട് മാത്രമല്ല, അടുത്തത് അവന്റെ ശരീരത്തോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. യേശുവിന്റെ ശരീരത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുവാൻ കാരണമെന്ന് 2 കാരണം തിരുവെഴുത്തിൽ അതിപ്രധാനമായി പഠിക്കുവാൻ സാധിക്കുന്നു. യേശുവിന്റെ ശരീരത്തോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ ഒന്നാമത്തെ കാരണം, അവന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. സ്തോത്രം. യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തോടൊരു കൂട്ടായ്മയുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പരീശന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്കുവീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഇത് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ അതിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനോ തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നത്. ആകയാൽ യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യവും അതിന്റെ 21-ാം വാക്യവും വായിച്ചു നോക്കിയാട്ടെ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത്, അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. കാരണം എനിക്ക് ആ ശരീരത്തോടൊരു കൂട്ടായ്മയുണ്ട്. കാരണം ആ ശരീരം സാധാരണ ശരീരമല്ല, അത് ദൈവത്തിന്റെ മന്ദിരമാണ്. അനന്തനിത്യതയുടെ കവാടം തുറന്ന് സ്വർഗീയ സിയോനിലേക്ക്, യെരുശലേമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, ഞാൻ മന്ദിരം അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അനന്തനിത്യതയുടെ കവാടം തുറന്ന് പുതിയ യെരുശലേമിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മന്ദിരം അതിൽ കണ്ടില്ല. വായിച്ചു നോക്കാം. വെളിപ്പാട് 21-ന്റെ 22-ാം വാക്യം വായിച്ചാട്ടെ. മന്ദിരം അതിൽ കണ്ടില്ല. അടുത്തത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകും. കുഞ്ഞാടും അതിന്റെ മന്ദിരമായിരുന്നു. അനന്തനിത്യതയിൽ പുതിയ യെരുശലേമിലും സിയോനിലും സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അവിടെ മന്ദിരമായി കാണപ്പെടും. ആ മന്ദിരമാകുന്ന ലോകത്തിൽ ജീവിച്ച കർത്താവ് യേശുക്രിസ്തു എനിക്ക് കർത്താവിന്റെ ശരീരത്തോടൊരു കൂട്ടായ്മയുണ്ട്. കാരണം എന്തെന്നറിയാമോ? യേശുവിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ, യഹൂദൻ പ്രാർത്ഥിക്കുന്നത് എവിടോട്ട് നോക്കിയെന്നറിയാമോ? യഹൂദൻ പ്രാർത്ഥിക്കുന്നത് അവന്റെ മന്ദിരത്തിലേക്ക് നോക്കിയാണ്, അവന്റെ ആലയത്തിലേക്ക് നോക്കിയാണ് യഹൂദൻ പ്രാർത്ഥിക്കുന്നത്. അവന്റെ ആലയത്തിൽ ചെന്നിട്ടാണ് അവൻ വഴിപാടും യാഗവും അർപ്പിക്കുന്നത്. എനിക്ക് ലോകത്തിൽ അർപ്പിക്കുവാൻ അക്ഷരികമായ മന്ദിരമില്ല, അക്ഷരികമായിട്ടുള്ള ഒരു ആലയമില്ല. മറിച്ച് എനിക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ഒരു മന്ദിരമുണ്ട്. എനിക്ക് യാഗവും വഴിപാടും അർപ്പിക്കുവാൻ ഒരു മന്ദിരമുണ്ട്. അത് എന്റെ നസ്രായന്റെ ശരീരമാകുന്നു. അതുകൊണ്ട് ആ ശരീരത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പ്രിയ മക്കളെ, യഹൂദൻ അവന്റെ ആലയത്തിൽ പ്രശംസിച്ചു. അവന്റെ ആലയത്തിലും മന്ദിരത്തിലും പ്രശംസിച്ച് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും കിളിവാതിലുകൾ തുറന്നിട്ട് മന്ദിരത്തിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രജാതികളായിരുന്ന നമുക്ക് കർത്താവ് തമ്പുരാൻ പറയുന്നത്, എന്റെ ശരീരമാണ് മന്ദിരം എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ നോക്കി പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ എങ്കിലേക്ക് നോക്കി നിലവിളിച്ചാട്ടെ. അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തോടൊരു കൂട്ടായ്മയുണ്ട്. കാരണം ആ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. രണ്ടാമത്, ആ ശരീരത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത് നമുക്ക് വേണ്ടി നൽകപ്പെട്ട ജീവന്റെ അപ്പമാകുന്നു ആ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ജീവന്റെ അപ്പമാകുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന എന്റെ ശരീരം ഇതാ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന എന്റെ ശരീരം എന്ന് പറയുമ്പോൾ, ആ ശരീരത്തിന്റെ സവിശേഷത യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന എന്റെ ശരീരം എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന്റെ പ്രത്യേകത അവിടെ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. അടുത്തത്, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഈ ശരീരം ജീവന്റെ അപ്പമാണ്. അതുകൊണ്ട് എന്നെ തിന്നുന്നവൻ, ഈ ശരീരം തിന്നുന്നവൻ, ഈ ജീവന്റെ അപ്പം തിന്നുന്നവൻ എന്മൂലം ജീവിക്കുവാൻ ഇടയായി തീരും. അത് പറഞ്ഞിട്ട് പറയുന്നു, ലോകത്തിന്റെ ജീവന് വേണ്ടി താൻ കൊടുക്കുന്ന തന്റെ മാംസമാണ് അതെന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തിന് ജീവനെ തരുവാൻ കർത്താവ് തന്റെ മാംസം കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞു, എന്നെ തിന്നുവീൻ. ഈ മാംസം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇത് തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല, അവൻ എന്നേക്കും ജീവിക്കും. എന്താണ് ഈ ജീവന്റെ അപ്പത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവം തമ്പുരാൻ ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. തോട്ടത്തിന് നടുവിൽ ജീവന്റെ വൃക്ഷം വെച്ചു. പക്ഷേ മനുഷ്യൻ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് അവൻ ദൈവകോപത്തിനിടയായി തീർന്നു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ജീവന്റെ വൃക്ഷം കൂടെ പറിച്ചു തന്ന് അവൻ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് ജീവവൃക്ഷത്തിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞു. ആകയാൽ മനുഷ്യന്റെ മുമ്പിൽ നിത്യജീവനിലേക്കുള്ള വഴി അടയ്ക്കപ്പെടുകയാണ്. ജീവവൃക്ഷത്തിലേക്ക് പോകുവാൻ മനുഷ്യന് സാധിക്കത്തില്ല. കാര്യം നിത്യജീവനിലേക്കുള്ള വഴി ഇതാ ദൂതന്മാരെ ഉരുപ്പിടിച്ച വാളുമായി, തിരിയുന്ന വാളിന്റെ വായ്ത്തലയുമായി കെരൂബുകളെ കാവൽ നിർത്തി അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുവാൻ മനുഷ്യന് സാധിക്കത്തില്ല. നിത്യജീവനിലേക്കുള്ള മനുഷ്യന്റെ മാർഗം അടയ്ക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ജീവന്റെ ഒരു പുതുവഴി അവൻ തുറന്നു തന്നു. ആ അടയ്ക്കപ്പെട്ട വാതിലിലൂടെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയി. ന്യായവിധിയുടെ വാളുകൾ ഉയർത്തി ഇടയനെ വെട്ടി ആടുകൾ ചെതറിപ്പോയി. ആ പാപത്തിന്റെ ശിക്ഷ അവന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ജീവന്റെ ഒരു പുതുവഴി നമുക്ക് തുറന്നു തന്നിട്ട് പറയുന്നു, ആ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ഞാൻ, ജീവന്റെ വൃക്ഷമാണ് ഞാൻ. എന്നെ നിങ്ങൾ തിന്നുവീ, എന്നെ തിന്നാൽ ഒരു നാളും നിങ്ങൾ മരിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കള്ളൻ വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയല്ല, നിങ്ങൾക്ക് ജീവനെ തരുവാൻ, സമൃദ്ധിയായ ജീവനെ തരുവാൻ. ഇന്ന് ലോകത്തിൽ പല നിലവാരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, പല നിലവാരത്തിലുള്ള ഇസങ്ങളുണ്ട്, പല നിലവാരത്തിലുള്ള ആചാര്യ ഗുരുക്കന്മാരുണ്ട്, സംഘടനകളുണ്ട്. പക്ഷേ തിരുവെടുത്ത് പറയുന്നു, അവയൊക്കെയും പലപ്പോഴും നിങ്ങളെ മോഷ്ടിച്ചിരിക്കാം, നിങ്ങളുടെ നന്മകളെ മോഷ്ടിക്കാം, നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിക്കാം, നിങ്ങളുടെ ജീവിതത്തെ അറുത്ത് മുടിച്ചുവെന്ന് വന്നേക്കാം, ജീവിതത്തിലെ നന്മകളെ അറുത്ത് മുടിച്ചുവെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ ലോകത്തിലേക്ക് വന്നത് നിങ്ങളെ മോഷ്ടിക്കുവാനല്ല, നിങ്ങളെ കവരുവാനല്ല, നിങ്ങളെ അറുത്ത് മുടിക്കുവാനല്ല, മറിച്ചോ മാനവജാതിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവനെ തരുവാൻ, ജീവന്റെ സമൃദ്ധിയെ തരുവാൻ, ആ നിത്യജീവനെ തരുവാൻ ജീവന്റെ വൃക്ഷമായി ഞാൻ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, എന്നെ തിന്നുവീൻ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തോടും യേശുവിന്റെ രക്തത്തോടും നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എനിക്ക് യേശുവിന്റെ രക്തത്തോട് കൂട്ടായ്മയുണ്ട്, എനിക്ക് യേശുവിന്റെ ശരീരത്തോട് കൂട്ടായ്മയുണ്ട്. ആകയാൽ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, ഈ ലോകത്തെ പരദേശ പ്രയാണം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ഹെബ്രോണിന്റെ അനുഭവത്തിലേക്ക് വരണമെന്ന് വെച്ചാൽ അവന്റെ തിരുശരീരത്തോടും തിരുരക്തത്തോടും കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് വേണം ലോകത്തിൽ ജീവിക്കുവാൻ. അവിടെ ഉള്ളിലെ
ജീവന്റെ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്, കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടാമത്തെ വശം ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറയുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ച് അറിയണം. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. വായിക്കാം, ഫിലിപ്പ് ലേഖനം വായിച്ചു 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. നോക്ക്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഒരു കൂട്ടായ്മ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്കുണ്ടായിരിക്കണം. യേശുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുന്നവൻ യേശുവിന്റെ കഷ്ടങ്ങളോട് ഒരു കൂട്ടായ്മ ആചരിക്കുന്നവനായി തീരണം. അപ്പോൾ ചോദിക്കും, യേശുവിന്റെ കഷ്ടങ്ങളോട് എങ്ങനെയാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത്? യേശുവിന്റെ കഷ്ടങ്ങളോടുള്ള കൂട്ടായ്മയ്ക്കും രണ്ട് വശങ്ങളുണ്ടെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തു അനുഭവിച്ച ആ കഷ്ടമെന്ന് പറയുമ്പോൾ അത് ക്രൂശിലെ കഷ്ടമാണ്. സ്തോത്ര. യേശു ഈ ലോകത്തിൽ കഷ്ടം സഹിച്ചു, യേശു ക്രൂശിൽ കഷ്ടം സഹിച്ചു. യേശുവിന്റെ കഷ്ടങ്ങളെ രണ്ടായി തിരിച്ച് നമുക്ക് പഠിക്കാം. അവന്റെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പി, അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ അപമാനിക്കപ്പെട്ടു, അവൻ ഉപേക്ഷിക്കപ്പെട്ടു, അവൻ ത്യജിക്കപ്പെട്ടു. ലോകത്തിൽ കർത്താവ് ഈ നിലവാരത്തിൽ കഷ്ടം സഹിച്ചു. രണ്ടാമത് കർത്താവ് ക്രൂശിൽ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ രണ്ടു വിധത്തിൽ നമ്മളും അനുഭവിക്കണം. ഒന്ന്, ക്രിസ്തുവിനോട് തന്നെ നമ്മളും ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അതാണ് കഷ്ടാനുഭവങ്ങളുടെ ഒന്നാമത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമുക്കും ഒരു പങ്ക്. ആ പങ്ക് എന്തെന്നറിയാമോ? കർത്താവെ, നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാനും ഈ ലോകത്തിൽ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനല്പം പ്രയാസമുള്ള കാര്യമാണ്. അതിനല്പം കഷ്ടം സഹിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. ഈ ലോകം വിശാലമാണ്. ഈ ലോകത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. ഏത് സുഖവും സന്തോഷവും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏത് തിന്മയും ചെയ്യുവാനുള്ള ചുറ്റുപാടുകൾ നമുക്കുണ്ട്. പക്ഷേ ഞാൻ കർത്താവിന്റെ കഷ്ടത്തിൽ പങ്കാളിയായി തീരുവാൻ, നസറായ നീ ക്രൂശിക്കപ്പെട്ട സ്ഥാനത്ത് ഞാനും ഇതാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും എന്നെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ ഒരു പങ്ക് ഞാനും നിങ്ങളും പങ്കാളിയായി തിരികെയാകുന്നു. എന്ന് വെച്ചാൽ ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യനെ കൊണ്ടുചെന്ന് നമ്മൾ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പാപപ്രകൃതത്തെ നമ്മൾ ലോകത്തിൽ ക്രൂശിക്കണം. അത് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട് നമ്മൾ പങ്കാളികളായി തീരുന്നു. ഒരു കൂട്ടായ്മ നമ്മൾ വഹിക്കുകയാണ്. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. അതല്പം ത്യാഗം അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. യേശുവിന്റെ ക്രൂശിൽ ഒരു പങ്കാളിത്തം, അവന്റെ ക്രൂശിലെ കഷ്ടതയിൽ ഒരു പങ്കാളിത്തം. അതിനുവേണ്ടി ഞാനും നിങ്ങളും ക്രൂശിക്കപ്പെടുന്നു. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. യേശുവേ, നീ ക്രൂശിക്കപ്പെട്ടതുപോലെ എന്റെ ജഡത്തിന് രാഗമോഹങ്ങളുണ്ട്. ആ രാഗമോഹങ്ങളോടുകൂടെ ഞാനിതാ ക്രൂശിക്കുന്നു. കാൽവറിയിൽ നസ്രായന യേശുവിനോടുകൂടെ എന്റെ ഈ ശരീരത്തിന്റെ ഇച്ഛകളെ, എന്റെ ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ഇതാ ആ ക്രൂശിലെ കഷ്ടത്തിൽ ഒരു പങ്കാളിയായി തീരുവാൻ ഞാനും ഇതാ എന്നെ ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കുന്നു. ആകയാൽ ഒന്ന്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. അടുത്തത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് മറ്റൊരു ക്രൂശീകരണത്തെ പറയുന്നു, ഞാൻ ലോകത്തിലും അവനാൽ ഞാൻ ലോകത്തിനും ലോകമെനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമുക്ക് ഒരു പങ്കുണ്ടെന്ന് പറയുമ്പോൾ നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരായി ജീവിക്കുക. ലോകം നമുക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മുടെ പാപപ്രകൃതത്തിലുള്ള പഴയ മനുഷ്യനെ ക്രൂശിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്പം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ കഷ്ടം സഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജഡത്തെ ക്രൂശിക്കുവാൻ, ലോകത്തെ ക്രൂശിക്കുവാൻ, നമ്മുടെ പാപപ്രകൃതത്തെ സൂക്ഷിക്കുവാൻ നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വരും. ആ നിലവാരത്തിൽ നമ്മെ തന്നെ ക്രൂശിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ നമ്മളൊരു കൂട്ടായ്മ വഹിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം
കഷ്ടമനുഭവിച്ചതുപോലെ, കർത്താവ് യേശുക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുപോലെ ആ ഭാവം നാമം ആയുധമായി ധരിക്കണം. ഈ ലോകത്തിൽ നമുക്കൊരു ജഡം തന്നിട്ടുണ്ട്, ശരീരം തന്നിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തു സ്വർഗമഹത്വം വെടിഞ്ഞ് ചാണലോഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പിതാവായ ദൈവത്തോട് ഇപ്രകാരം പറയുന്നു, നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ, നീ എനിക്കായിട്ടൊരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. കർത്താവ് നമുക്ക് ലോകത്തിൽ ജീവിക്കുവാൻ ഒരു ശരീരം തന്നിട്ടുണ്ട്. ആകയാൽ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു ആ ശരീരത്തിൽ കഷ്ടമനുഭവിച്ചതുപോലെ ഈ ശരീരത്തിൽ കഷ്ടമനുഭവിക്കുന്നത് ആയുധമായി നമുക്ക് ധരിക്കാം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നമുക്ക് സന്തോഷിക്കുന്നവരായി തീരാം. എന്ന് വെച്ചാൽ തിരുവെടുത്ത് പറയുന്നു, കള്ളനായിട്ടോ ദുഷ്പ്രവർത്തിക്കാരനായിട്ടോ അല്ല നീ കഷ്ടം സഹിക്കേണ്ടത്, മറിച്ച് ക്രിസ്ത്യാനിയായിട്ട് നീ കഷ്ടം സഹിക്കേണ്ട വന്നാൽ, ദൈവ പൈതലായി തീർന്നതിന്റെ പേരിൽ കഷ്ടം സഹിക്കേണ്ട വന്നാൽ, യേശുവിനെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ കഷ്ടം സഹിക്കേണ്ട വന്നാൽ, വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന്റെ പേരിൽ കഷ്ടം സഹിക്കേണ്ട വന്നാൽ, അതാണ് ക്രിസ്തുവിന്റെ കഷ്ടത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞു, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പഴിക്കും, എല്ലാവരും നിങ്ങളെ നിന്ദിക്കും, നിങ്ങളുടെ പേര് വിടക്കെന്ന് പറയും. പക്ഷെ അവിടെയൊന്നും വ്യാകുലപ്പെട്ടു പോകരുത്, അവിടെയൊക്കെ സന്തോഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഒരു പങ്കാളിയായി തീരുവാൻ നമുക്ക് അവസരം ലഭിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടു, അവനെ ലോകം ആദരിച്ചില്ല. ആകയാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നമുക്കും ഒരു പങ്കാളികളായി തീരാം. ആകയാൽ പിതാവായ ദൈവത്തോട് നമുക്കൊരു കൂട്ടായ്മ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് നമുക്കൊരു കൂട്ടായ്മ. മൂന്നാമത് നമുക്കുണ്ടായിരിക്കേണ്ട കൂട്ടായ്മ പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസിന്റെ ആശീർവാദ വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് പരാമർശിക്കുന്നു. വായിക്കാം, 2 കൊരിന്ത്യർ 13-14 വായിച്ചാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കണം എന്നവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വെളിച്ചങ്ങളുടെ പിതാവിനോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം, പുത്രനായ യേശുക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. മൂന്നാമത് പരിശുദ്ധാത്മാവിനോടും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ളതിന് ഗ്രീക്ക് മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പാരാക്ലീറ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പാരാക്ലീറ്റോസ് എന്ന് വെച്ചാൽ ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. ഈ ആശ്വാസമില്ലാത്ത ലോകത്തിൽ ആശ്വാസപ്രദനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകുന്ന പാരാക്ലീറ്റോസുമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവവൈതലേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ പാരാക്ലീറ്റോസുമായിട്ട് നമുക്ക് കൂട്ടായ്മ? ലോകത്തിൽ പരിശുദ്ധാത്മാവിനുമായിട്ടൊരു കൂട്ടായ്മയുടെ ആവശ്യം എന്താണ്? കാര്യം പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ഈ മർത്യ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റുകയാകുന്നു. യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ അവന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി തീർന്നതുപോലെ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റുകയാകുന്നു ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ആകയാൽ ദൈവത്തിന്റെ മന്ദിരമായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യം. അതിന്റെ കാരണം അവിടെ പറയുന്നു. കാരണം ഈ പാരാക്ലീറ്റോസ്, ഈ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലൂടെയും നമ്മെ ഈ ലോകത്തിൽ വഴി നടത്തും. ഈ സത്യമില്ലാത്ത ലോകത്തിൽ, ഈ അനീതിയുടെ പാപം നിറഞ്ഞ ലോകത്തിൽ സത്യത്തിന്റെ പാതയിലൂടെ ഒരു പരദേശ സഞ്ചാരിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ പാരാക്ലീറ്റോസിനോട് കൂട്ടായ്മ ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ സത്യത്തിന്റെ മാർഗത്തിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ നമുക്ക് ആവശ്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ നമുക്ക് ആവശ്യം. കാരണം എന്ത്? പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, അടുത്തത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, അടുത്തത് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ബോധം വരുത്തിക്കൊണ്ടേയിരിക്കുക.
ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് നമ്മെ ബോധം വരുത്തുന്നതും ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നതും അത് ലംഘിച്ചുവാൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയാത് പാപമാണ്. 2, ദൈവത്തിന്റെ നീതി ഇതാണ് പറയുന്നത്. 3, ഇത് ലംഘിച്ചാൽ ശിക്ഷാവധി ഉണ്ടാകും. ആകയാൽ പാപത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ഒരു മനുഷ്യന് ബോധം വരുത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആകയാൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിൽ ഈ ലോകത്തിൽ ജീവിച്ചാൽ പാപത്തിന്റെ മുൻപിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നീതി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അത് അങ്ങനെ ചെയ്യരുത്. അടുത്തത്, അത് ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവധി, ന്യായവിധി ഇന്നതാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധം വരുത്തി തരുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഫെലോഷിപ്പ് ആവശ്യമാണ്, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അത് മാത്രമല്ല, റോമലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ സഹവാസമാണ്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തെ നിറയ്ക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നുപോകുന്ന, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നുപോകുന്ന, നമ്മുടെ ആത്മീക ജീവിതത്തിൽ വന്നുപോകുന്ന ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനാണ് ആ പരിശുദ്ധാത്മാവ്. നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ആ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യം. കാരണം എന്തെന്നറിയാമോ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവന്റെ കാഹള ശബ്ദത്തിങ്കൽ ഈ മർത്യമായ ശരീരം രൂപാന്തരപ്പെട്ട അമർത്യതയെ പ്രാപിക്കണമെങ്കിൽ അത് പാരാക്ലിറ്റോസാ ചെയ്യുന്നത്, അത് പരിശുദ്ധാത്മാവിനാലാ സാധിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് പകർന്നു തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവ് പാപവും നീതിയും ന്യായവിധിയും നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കും. അവൻ നമ്മുടെ ആശ്വാസപ്രദൻ. ആകയാൽ ഒരു ഭക്തനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നീ ഒരു കൂട്ടായ്മയിലേക്ക് വന്നാട്ടെ, ഒരു ഹെബ്രോണിന്റെ അനുഭവത്തിലേക്ക് വന്നാട്ടെ. സമയം കടന്നുപോയത് കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. രണ്ടാമത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവപൈതലിന് രണ്ടാമതുണ്ടായിരിക്കേണ്ട കൂട്ടായ്മ അപ്പോസ്തലന്മാരുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ, ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കൾ എങ്ങനെ ജീവിച്ചുവെന്ന് അവിടെ വായിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും വായിച്ചാട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും. നോക്ക്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവരോട് കൂട്ടായ്മ ആചരിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ കഴിഞ്ഞാൽ രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട കൂട്ടായ്മ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയാണ്, സഭാ ശുശ്രൂഷകരോടുള്ള കൂട്ടായ്മയാണ്. എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരോട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ അപ്പോസ്തലന്മാരോട് കൂട്ടായ്മ ആചരിച്ചു, അവരുടെ ഉപദേശം കേട്ടു. ദൈവത്തോട് കൂട്ടായ്മ കഴിഞ്ഞാൽ രണ്ടാമത് അപ്പോസ്തലന്മാരോട് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. കാരണം എന്ത്? അപ്പോസ്തലന്മാരുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ആവശ്യം എന്തെന്നറിയാമോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവസഭയുടെ അടിസ്ഥാനം ഈ അപ്പോസ്തലന്മാരാണ്. ഈ അപ്പോസ്തലന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ജനത്തെ കെട്ടിപ്പണിതിരിക്കുന്നത്. ആകയാൽ അപ്പോസ്തലന്മാരുമായിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ ആവശ്യം. അത് മാത്രമല്ല, 1 കൊരിന്ത്യർ 12-ന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ദൈവം സഭയിൽ ഒന്നാമതാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകൻ അപ്പോസ്തലനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ ദൈവം ഒന്നാമതാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകനായ അപ്പോസ്തലനുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. അപ്പോസ്തലന്മാരുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യം. അപ്പോൾ ചോദിക്കുക, ആരാണ് ഈ അപ്പോസ്തലൻ? തൊട്ടടുത്ത വാക്യത്തിൽ ഒരു ചോദ്യം പൗലോസ് ചോദിക്കുന്നു. 1 കൊരിന്ത്യർ 12-ന്റെ 29-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നു, എല്ലാവരും അപ്പോസ്തലന്മാരോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ശരിയാണ്, ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയുണ്ട്. എല്ലാവരും അപ്പോസ്തലന്മാരോ? ആദിമ നൂറ്റാണ്ടിലെ സഭാചരിത്രം നമ്മൾ പഠിച്ചാൽ എഫെസോസ് സഭയില് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങളും അപ്പോസ്തലന്മാർ
അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് നടന്ന പുള്ളികളെ വിശ്വാസികൾ പരീക്ഷിച്ചു നോക്കിയിട്ട് കള്ളയപ്പോസ്തലന്മാരാന്ന് പറഞ്ഞിട്ട് പടിക്ക് പുറത്തു നിർത്തിയ ചരിത്രമൊക്കെ ഉണ്ട്. ഇന്ന് ലോകത്തിൽ അപ്പോസ്തലന്മാർക്ക് കുറവൊന്നുമില്ല, പക്ഷേ എല്ലാവരും അപ്പോസ്തലന്മാരും. അപ്പോസ്തലത്വത്തിന്റെ അടയാളം എന്താകുന്നു? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അനേക വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ദൗർലഭ്യം കൊണ്ട് ഓടിച്ച് ഒരു 2-3 വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, വിശുദ്ധ മത്തായി 19:27. അവർ സകലവും വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നവരായിരിക്കണം. അതാണ് അപ്പോസ്തലത്വത്തിന്റെ ഒന്നാമത്തെ യോഗ്യത. അവർ സകലതും വിട്ട് കർത്താവിനെ പിൻഗമിക്കണം. അപ്പോസ്തലന്മാരിൽ ഒന്നാമത്തവനാ പത്രോസ്. പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്നൊരു ചോദ്യം ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടു, നിന്നെ പിൻഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സകലതും വിട്ടാൽ പോരെ, കർത്താവിനെ പിൻഗമിക്കുകയും കൂടെ ചെയ്യണം. സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചവരാണ് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കത്തില്ല. അത് അപ്പോസ്തലത്വത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. കാരണം സ്വന്തം ജീവനെ കൂടെ ത്യജിച്ചിട്ടാണ് അവൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അത് അപ്പോസ്തലത്വത്തിന്റെ അടയാളമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തങ്ങൾക്കുള്ള സകലതും വിട്ട് കർത്താവിനെ പിൻഗമിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ സമ്പത്ത് വിടണം, ജഡബന്ധങ്ങൾ വിടേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കർത്താവ് പലരെയും വിളിച്ചു, ഒരു പുള്ളിയെ വിളിച്ചില്ല. വിളിക്കാതിരുന്നപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് എന്ന് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിൻഗമിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ശരി, വന്നാട്ടെ, എന്റെ പിന്നാലെ വന്നാട്ട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, അപ്പൻ മരിച്ചു കിടക്കെ, അടക്കിയിട്ട് വരാം പറഞ്ഞു. ഇല്ല, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീ എന്റെ പിന്നാലെ വാ എന്ന് വെച്ചാൽ കർത്താവിന്റെ പിന്നാലെ വന്നോ, അപ്പന്റെ അടക്കത്തിന് പോലും പോകുവാൻ പറയുന്നില്ല. അതൊക്കെ അവര് നോക്കിക്കോളൂ, എന്റെ പിന്നാലെ വാ, സകലതും വിട്ട് എന്റെ പിന്നാലെ പോരണം. അതാണ് അപ്പോസ്തലത്വത്തിന്റെ അട. കഴിയുമോ? വന്നോളം പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സകലതും വിട്ട് പിൻഗമിച്ചവരാണ് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അവിടെ യോഗ്യത മത്തായി 19:11-12 വായിക്കുമ്പോൾ, അവർ ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തവരായിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ വരം ലഭിച്ചവർ, അവർ ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കണം. ഈ വാക്യം വളരെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥം പലപ്പോഴും വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ദൈവത്തിന്റെ കൃപയാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഒരു പുതിയ ബൈബിൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ബൈബിൾ പുരാതന മൂലഭാഷയിലെ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തെഴുതിയ ബൈബിളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതിലെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നവീനമായ പരിഭാഷ എന്ന ഒരു ബൈബിൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ആ ബൈബിൾ ഞാൻ വായിച്ചു പഠിച്ചപ്പോൾ ഈ ഭാഗത്തിന്റെ അർത്ഥം എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: മനുഷ്യൻ വിവാഹം കഴിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങൾ ഉണ്ട്. അതിലൊന്ന്, ചിലർ ജന്മനാ ഷണ്ണന്മാരാണ്. രണ്ടാമത്തേത്, മറ്റു ചിലർ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നു. മൂന്നാമത്തേത്, സ്വർഗരാജ്യത്തിന് വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരും ഉണ്ട്. ഈ വാക്ക് തന്നെയാണ് ആധുനിക വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന് വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുണ്ട്. ആകയാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരായിരിക്കണം അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണനാക്കിക്കൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് ആ വിശുദ്ധ പൗലോസ് ആ ഷണ്ണത്വം സ്വീകരിച്ചിട്ട് പറയുന്നു, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും നിങ്ങൾ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നിങ്ങൾക്ക് നന്ന്. കാരണം ഞാൻ ജീവിക്കുന്ന പോലെ വിവാഹം കഴിക്കാത്തവർ ജീവിച്ചോണം, വിധവമാർ ഞാൻ ജീവിക്കുന്ന പോലെ ജീവിച്ചോണം. കാരണം ഞാൻ ദൈവരാജ്യ നിമിത്തം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവനാ. ആകയാൽ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയവരായിരിക്കണം ഈ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്, അവർ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. ഈ ലോകത്തിൽ തങ്ങൾക്കുള്ളതൊക്കെയും വിറ്റ് ലോകത്തിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് തിരുവെടുത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ വിശ്വാസ ജീവിതം ചെയ്തവരാ. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാകുന്നു. അത് മാത്രമല്ല, 2 കൊരിന്ത്യർ 4:18 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് വീണ്ടും പറയുന്നു,
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കാണുന്ന എന്തിനെങ്കിലും വേണ്ടിയല്ല ഈ ലോകത്തിൽ 2 നില കെട്ടിടം ഉണ്ടാകുവാനോ, ഒരു വാഹനം വാങ്ങിക്കുവാനോ, അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുവാനോ, ബാങ്കിൽ കുറച്ച് പലിശ സമ്പത്ത് ഉണ്ടാക്കുവാനോ കാണുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. കാണാത്ത ഒന്ന് സ്വർഗത്തെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞങ്ങൾക്കുള്ളതൊക്കെയും വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് സമ്പത്ത് കൂടെ കൊടുത്തിട്ട് സ്വന്തം ജീവനെ കൂടെ ഏൽപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നവരാ ലോകത്തിൽ ഞങ്ങൾ. ഇന്ന് ഈ നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് എനിക്ക് കാലൂന്നി നിൽക്കുവാൻ എന്റെ പേരിൽ ഒരു തുണ്ട് ഭൂമിയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ എന്റെ പേരിൽ ഒരു 50 പൈസയുടെ നിക്ഷേപവും കിടപ്പില്ല. ധൈര്യത്തോടെ ദൈവത്തിൽ പറയുവാൻ സാധിക്കും, ഞാൻ എന്റെ പിതാവിന്റെ ഓഹരിയിൽ നിന്ന് എനിക്ക് കിട്ടുവാനതും കൂടെ വാങ്ങിച്ച് വിശുദ്ധന്മാരുടെ കൽക്കൽ കൊണ്ടുവച്ച് ലോകത്തിലൊന്നുമില്ലാത്തവനായി ഈ വിശ്വാസ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ വിശ്വാസത്തിൽ ജീവിച്ചതുപോലെ അപ്പോസ്തോലന് ഒരു അപ്പോസ്തോലിക പ്രതിഷ്ഠയുണ്ട്. ആ അപ്പോസ്തോലിക പ്രതിഷ്ഠ എന്തെന്നറിയാമോ? ലോകത്തിൽ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം, ദൈവരാജ്യ നിമിത്തം ഷണന്മാരായിരിക്കണം, അടുത്തത് അവർ സകലതും വിട്ടവരായിരിക്കണം. അത് മാത്രമല്ല, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം. അത് പറയുവാൻ കാരണം എന്തെന്നറിയാമോ? 1 യോഹന്നാൻ 1-ന്റെ 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അറിയിക്കുന്നു. കാരണം അടുത്തത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഇത് തന്റെ ഇടത്തോടെ പറയുവാൻ അവർക്ക് സാധിക്കും. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ കൂട്ടായ്മയുള്ളത് ദൈവത്തോടല്ലാതെ വേറെ ആരോടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാവണം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുവാൻ കാരണം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാവണം. കാരണം ഞങ്ങൾക്ക് ദൈവത്തോടല്ലാതെ ഒരു കൂട്ടായ്മയുമില്ല. അപ്പോസ്തോലിക പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചവരാ. ലോകത്തിൽ ഞങ്ങൾക്ക് ദൈവത്തോടല്ലാതെ ഒരു കൂട്ടായ്മയില്ല. പാപത്തോട്, ലോകത്തോട്, ലോകപ്രകാരമുള്ള മനുഷ്യരോടും ലോകത്തിൽ ഒന്നിനോടും കൂട്ടായ്മയില്ലാതെ ജീവിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ അപ്പോസ്തോലന്മാരുമായിട്ട് ഈ നിലവാരത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന, തങ്ങൾക്കുള്ളതൊക്കെ സുവിശേഷ നിമിത്തം വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നവര്, ദൈവരാജ്യ നിമിത്തം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവര്, അടുത്തത് ലോകത്ത് തങ്ങൾക്കുള്ളതൊക്കെ ഉപേക്ഷിച്ച് വിശ്വാസ ജീവിതം ചെയ്യുന്നവര്, അടുത്ത ലോകത്തിൽ പിതാവിനോടും പുത്രനോടും മാത്രം കൂട്ടായ്മ ആചരിക്കുന്നവര്, അങ്ങനെയുള്ള വിശുദ്ധന്മാർ ലോകത്തിലുണ്ട്. അവരെ നിങ്ങൾ പിൻഗമിക്കുവിൻ, അവരോട് കൂട്ടായ്മ ആചരിക്കുവിൻ. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഒരു ഹെബ്രോണിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോസ്തോലന്മാരുമായിട്ട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ആചരിച്ചാൽ മാത്രം പോരാ, അവിടെ പറയുന്നു അവരുടെ ഉപദേശവും കേൾക്കണം. അപ്പോസ്തോലന്മാരുടെ ഉപദേശവും കേൾക്കണം. അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിന് പ്രത്യേകതയുണ്ട്. അത് സാധാരണ ഉപദേശം പോലല്ല. കൊലോസ്യ ലേഖനം 1-28 പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഉപദേശത്തിന്റെ ഉദ്ദേശം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ഇന്ന് ലോകത്തിൽ അനേക ക്രിസ്തീയ സഭകളുണ്ട്, പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ സംഘടനകളുണ്ട്. അവരൊക്കെ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, കാൽവരിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അവിടെ കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, അവിടെ നിന്നൊരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി അവനെ ദൈവസിംഹാസനത്തിലേക്ക് എത്തിക്കുന്ന, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുന്ന ദൗത്യമാണ് അപ്പോസ്തലന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ അപ്പോസ്തോലന്മാരുമായിട്ട് ദൈവമക്കൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. മൂന്നാമത്, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ, മൂന്നാമത് ഹെബ്രോണിന്റെ അനുഭവം, ദൈവമക്കൾ തമ്മിൽ ഈ ലോകത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവമക്കളുടെ കൂട്ടായ്മ ലോകവുമായിട്ടാവരുത്, പാപവുമായിട്ടാവരുത്. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ വെളിച്ചമാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഈ ഇരുളടഞ്ഞ ലോകവുമായിട്ട്, ലോകത്തിന്റെ ശക്തിയുമായിട്ടല്ല കൂട്ടായ്മ. ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം
വാക്യങ്ങളിൽ ആ കൂട്ടായ്മയെ കുറിച്ച് പൗലോസ് പറയുന്നു, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തെ നിങ്ങൾ പൂർണ്ണമാക്കി തരുവാൻ പറഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടായി വിശുദ്ധന്മാരുടെ സന്തോഷത്തെ നിങ്ങൾ പൂർണ്ണമാക്കുവാൻ പറഞ്ഞിരിക്കുന്നു. ദൈവമക്കൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട കൂട്ടായ്മ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ നമ്മൾ അന്യരായിരിക്കും, ലോകത്തിൽ നമ്മൾ പരദേശികളായിരിക്കും. പക്ഷേ വിശുദ്ധന്മാരും ദൈവമക്കളുമായി തീരുമ്പോൾ ഇനി നമ്മൾ അന്യരല്ല, പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ലോകം നമ്മെ അന്യരെന്നും പരദേശികളെന്നും പറയുമ്പോൾ ആത്മാവിന്റെ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അന്യരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ദൈവത്തിന്റെ ഭവനക്കാരാണ്. ആകയാൽ ദൈവമക്കൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അത് ജഡത്തിന്റെ കൂട്ടായ്മയായിരിക്കരുത്, മറിച്ച് ആത്മാവിന്റെ കൂട്ടായ്മയായിരിക്കണം, പ്രാർത്ഥനയുടെ കൂട്ടായ്മയായിരിക്കണം, നന്മ ചെയ്ത് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം, ദൈവ സ്നേഹത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. ആകയാൽ ദൈവമക്കൾ തമ്മിൽ ആത്മാവിന്റെ കൂട്ടായ്മയെ പാലിക്കുന്നവരായി തീരുവേ. സമയം കടന്നുപോയത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകട്ടെ. അവിടെ നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാം ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു, അവിടെ കൂടാരമടിച്ചു, ഒരു യാഗപീഠവും പണിതു. അവിടെ കൂടാരമടിക്കുക മാത്രമല്ല, ഹെബ്രോനിൽ വന്നിട്ട് അവൻ അവിടെ ഒരു യാഗപീഠവും പണിതു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 13-18 വാക്യം വായിച്ചാട്ടെ. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു വാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം അവൻ പണിതു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു യാഗപീഠത്തെ പണിയുന്നവരായിരിക്കണം. യാഗപീഠം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീകമായി പല അർത്ഥങ്ങൾ അതിന് നമുക്ക് ചിന്തിക്കാം. യാഗപീഠം ഒന്ന്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. 2, യാഗപീഠം കാൽവറിയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. 3, ആ യാഗപീഠം ദൈവജനത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. 4, യാഗപീഠം ആരാധനയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. യാഗപീഠത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, നമ്മുടെ പിതാക്കന്മാരൊക്കെ യാഗപീഠങ്ങൾ കെട്ടിയുണ്ടാക്കിയ ദൈവത്തെ ആരാധിച്ചവരാ. വേദപുസ്തകത്തിൽ ആദ്യമായി യാഗപീഠം ഉണ്ടാക്കിയതായി പറയുന്നത് നോഹയ. ആ ഉൽപ്പത്തി പുസ്തകം 8-20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ജലപ്രളയം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന നോഹ ഒരു യാഗപീഠം പണിതുണ്ടാക്കി, അതിലാദ്യമായി യാഗം കഴിച്ചതായി കാണുവാൻ സാധിക്കുന്നു. പിന്നീട് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാം പലയിടത്തും യാഗപീഠം ഉണ്ടാക്കി. അവൻ ശേഖേമിൽ യാഗപീഠം കെട്ടിയുണ്ടാക്കി, അവൻ ഹെബ്രോണിൽ യാഗപീഠം കെട്ടിയുണ്ടാക്കി, അവൻ മോറിയിൽ യാഗപീഠം കെട്ടിയുണ്ടാക്കി, ഇസഹാക്ക് ബർശബയിൽ യാഗപീഠം കെട്ടിയുണ്ടാക്കി, യാക്കോബ് ശേഖേമിലും ബേഥേലിലും യാഗപീഠം കെട്ടിയുണ്ടാക്കി. പുറപ്പാട് പുസ്തകം 17-15 വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ രദീഫീമിൽ യാഗപീഠം കെട്ടിയുണ്ടാക്കിയിട്ട് അതിന് യഹോവ നിസി എന്ന് പേരും ഇട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ നാമും ദൈവസന്നിധി ഒരു യാഗപീഠം കെട്ടിയുണ്ടാക്കുന്നവരായിരിക്കണം. എന്താണ് യാഗപീഠം എന്ന് പറയുന്നത്? അത് നമ്മുടെ ജീവിതമാണ് യാഗപീഠം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ കെട്ടിയുണ്ടാക്കേണ്ട യാഗപീഠം നമ്മുടെ ജീവിതമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായി 23 19 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പരീശന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നു. വളരെ പ്രസക്തിയുള്ള ചോദ്യം എന്തെന്നറിയാമോ? കുരുടന്മാരെ, ഏത് വലിയത്? അടുത്ത ചോദിക്കുന്നു, വഴിപാടോ, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക, കുരുടന്മാരെ, ഏത് വലുത്? വഴിപാടോ, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? രണ്ടിൽ ഏതാണ് വലുത്? നിങ്ങൾ പറഞ്ഞിട്ട്, വഴിപാടാണോ വലുത്, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണോ? ഇത് പറയാൻ കാരണമുണ്ട്. പരീശന്മാരുടെ വലിയ തർക്കം, ആലയത്തെ ചൊല്ലി സത്യം ചെയ്യാം, പക്ഷേ ആലയത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്തുകൂടാ. ഈ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ കർത്താവ് ചെന്ന് പറഞ്ഞു, കുരുടന്മാരെ, ഏതാ വലിയത്, വഴിപാടാണോ, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണോ? മനസ്സിലാക്കിക്കോ, വഴിപാടല്ല വലുത്, വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ് വലുത്. നിന്റെ വഴിപാടിനേക്കാൾ വലുത്, നിന്റെ പ്രാർത്ഥനയേക്കാൾ വലുത് നിന്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം എന്തുകൊണ്ട് ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചു? ദൈവം ആദ്യം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ദൈവം എന്തുകൊണ്ട് ഹായിന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല? ദൈവം കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ട് വഴിപാടിൽ പ്രസാദിച്ചില്ല. ഹാബേലിൽ പ്രസാദിച്ചു, അതുകൊണ്ട് വഴിപാടിൽ പ്രസാദിച്ചു. ആകിയാൽ യാഗപീഠമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കോ. നിന്റെ വഴിപാടല്ല, നിന്റെ പ്രാർത്ഥനയല്ല, ഉപവാസമല്ല ദൈവമേ, നിന്റെ യാഗപീഠമാണ് വലുത്. നിന്റെ യാഗപീഠം നിന്റെ ജീവിതമാണ് വലുത്. ആകിയാൽ ദൈവത്തിന്റെ സന്ധി യാഗപീഠം കെട്ടിയുണ്ടാക്കണം. യാഗപീഠം കെട്ടിയുണ്ടാക്കുന്ന വ്യവസ്ഥയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ 3 വിധത്തിൽ യാഗപീഠം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20 24, 25
4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ യാഗപീഠം ഉണ്ടാക്കുന്നതിന്റെ വ്യവസ്ഥ നമ്മൾ വായിക്കാം. അവിടെ വായിക്കുന്നു, ഒന്നുകിൽ നമ്മൾ ദൈവത്തിന് യാഗപീഠം പണിയുമ്പോൾ മണ്ണുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കാം. മണ്ണുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കി അതിന്റെ മേൽ യാഗം കഴിക്കാം, ദൈവം പ്രസാദിക്കും. അത് ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത് യാഗപീഠം ഉണ്ടാക്കുന്നത് നിനക്ക് കല്ലുകൊണ്ട് യാഗപീഠം ഉണ്ടാക്കാം. പക്ഷെ വ്യവസ്ഥയുണ്ട്, ചെത്തിയ കല്ലുകൊണ്ട് അരുത്. നിന്റെ ആയുധം തൊട്ട് അതിനെ അശുദ്ധമാക്കിക്കൂടാ. അത് രണ്ടാമത്തെ ആലയത്തിന്റെ വ്യവസ്ഥ. ഇനി മൂന്നാമതൊരു ആലയമുണ്ട്. പുറപ്പാട് 27:1 ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠം അത് ഖദിരമരം കൊണ്ട് പണിതിട്ട് താമ്രം കൊണ്ട് പൊതിയുന്ന യാഗപീഠമായിരിക്കണം. ഇത് മൂന്നും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ 3 യാഗപീഠങ്ങൾ നമ്മൾ പണിയണം. ഒന്നുകിൽ നമ്മൾ മണ്ണുകൊണ്ട് യാഗപീഠം പണിയണം. ദൈവസ്ഥൽ കടന്നു വരുമ്പോൾ മണ്ണുകൊണ്ട് യാഗപീഠം പണിക എന്ന് പറയുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ നീ കുശവനും ഞാൻ കളിമണ്ണുമാകുന്നുവെന്ന് ഏറ്റു പറയണം. നീ എന്റെ പ്രകൃതി അറിയുന്നുവല്ലോ, ഞാൻ വെറും പൊടിയാകുന്ന കർത്താവേ, ഉറച്ചു നിന്നാലൊരു ശ്വാസം പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരയിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്ന മർത്യനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിന്റെ ജീവിതം മണ്ണുകൊണ്ട് കെട്ടിപ്പണിതൊരു യാഗപീഠമായി തീരട്ടെ, എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല എന്ന് നീ വിളിച്ചു പറഞ്ഞിട്ട്, കർത്താവേ ഞാൻ കേവലം മണ്ണാണ് കർത്താവേ, വെറും പൊടിയാണ് കർത്താവേ, ഞാൻ പൊടിയെ നോർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥലം മണ്ണുകൊണ്ടൊരു യാഗപീഠത്തെ നീ പണിതാട്ടെ. രണ്ടാമത് പറയുന്നു, കല്ലുകൊണ്ട് യാഗപീഠം പണിയാം, പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ചെത്തരുത്, ആയുധം തുടരുത്. എന്താണ് നിന്റെ അർത്ഥമെന്നറിയാമോ? കല്ല് ആയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് കെട്ടിയുണ്ടാക്കണം എന്ന് വെച്ചാൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവസ്ഥലിലേക്ക് വന്നാട്ട് നീ വെറുതെ സ്വയനീതിയാകുന്ന കത്തി കൊണ്ട് ചെത്തരുത്, നിന്നെ തന്നെ നീതീകരിക്കുവാൻ പോകരുത്, ആയുധം തൊട്ടതിനെ മലിനമാക്കരുതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ നീതീകരിക്കുന്നവനായി തീരരുത്. ആയിരിക്കുന്ന അവസ്ഥ ഉള്ള അവസ്ഥയിൽ ആ യാഗപീഠം കല്ലുകൊണ്ടങ്ങ് പണിതാട്ടെ. കർത്താവേ എന്റെ അവസ്ഥ ഇതാകുന്നു, ഞാൻ ബലഹീനനാകുന്നു, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. നീ കത്തികൊണ്ട് അതിനെ കെത്തി വെടിപ്പാക്കാൻ ശ്രമിക്കരുത്. സ്വയനീതിയുടെ കത്തികൊണ്ട് വെടിപ്പാക്കി ദൈവത്തിൽ ചെന്ന് നിന്നാൽ ദൈവത്തിൽ നിന്ന് നീതീകരിക്കപ്പെടുവാൻ നിനക്ക് സാധിക്കത്തില്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിൽ യാഗപീഠം പണിയുമ്പോൾ കല്ലുകൊണ്ട് നമുക്ക് പണിയാം, പക്ഷേ ഉള്ള അവസ്ഥയിൽ തന്നെ പണിയണം. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ദൈവം തമ്പുരാൻ ആദാമിനെ വിളിച്ച് ചോദിക്കുക, ആദാമേ നീ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നോ? ഒരൊറ്റ വാക്ക്. അവൻ സ്വയനീതിയുടെ ആ കത്തി കൊണ്ട് അങ്ങോട്ട് മിനുക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാനല്ല, ആ ഹവ്വയുണ്ടല്ലോ അവളാ തന്നത്, ഞാൻ തിന്നുപോയെന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും ഈ പുള്ളിക്കാരൻ പോകാതെ അവൻ ആ കല്ലുകൊണ്ട് അങ്ങ് യാഗപീഠം പണിതാ മതിയായിരുന്നു. കർത്താവിന്റെ കാൽക്കലോട്ട് ചെന്നങ്ങ് വിളിട്ട്, കർത്താവേ പറ്റിപ്പോയി, ഞാൻ തിന്നുവോ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാനവകുലത്തിന്റെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറിയേനെ. ആ ഹവ്വയുടെ അരിക്കൽ വിളിച്ച്, ഹവേ നീ ഇത് തിന്നോ എന്ന് ചോദിച്ചപ്പോൾ, സർപ്പം എന്നെ ചതിച്ചു ഞാൻ തിന്നുപോയി എന്ന് അവൾ ചെത്താൻ പോകാതെ അവൾ ഉള്ള അവസ്ഥയിൽ ചെന്നങ്ങോട്ട്, കർത്താവേ പറ്റിപ്പോയി, അടിയനോട് ക്ഷമിക്കണമേ എന്ന കാൽക്കൽ വീണെങ്കിൽ ആ കല്ലുകൊണ്ട് യാദൃശ്ചികമായി ആയിരിക്കുന്ന അവസ്ഥയിൽ യാഗപീഠം പണിതെങ്കിൽ ഒരുപക്ഷെ മാനവകുലത്തിന്റെ ചരിത്രം മാറിയേനെ. എന്നാൽ ആ ശമരിയ സ്ത്രീ ഒന്ന് നോക്കിയാട്ടെ, അവൾ കുടവും എടുത്തുകൊണ്ട് ഓടിച്ചെന്നിട്ട് ശമരിയിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് പറയുന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവനൊരു പക്ഷേ മശിഹ ആയിരിക്കും. ഇന്ന് രാത്രി ദൈവസ്ഥലം വന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അവൻ നാം ചെയ്തതൊക്കെയും അറിയുന്നൊരു ദൈവമാണ്. അവന്റെ മുമ്പിൽ നമുക്ക് സ്വയനീതിയുടെ ചെത്തിമിനുക്ക് ആവശ്യമില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ കല്ലുകൊണ്ട് യാഗപീഠം പണിതാട്ടെ, ആയുധം തൊട്ടതിനെ മലിനപ്പെടുത്തരുത്. നീ ചെയ്തില്ല, അറിയാതെ ചെയ്തു പോയി, നിന്റെ ജീവിതത്തിൽ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാതെ ഉള്ള അവസ്ഥയിൽ കല്ലുകൊണ്ട് യാഗപീഠം പണിതാട്ടെ. കർത്താവ് ആ യാഗത്തിൽ പ്രസാദിക്കും. ദാവീദ് അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയെന്ന് അറിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ വീണ് കരയുകയാണ്, കർത്താവേ നീ അന്തർഭാഗത്തിലെ സത്യമാണല്ലോ ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് കരയുകയാണ്. ആകയാൽ കല്ലുകൊണ്ട് യാഗപീഠം നമുക്ക് പണിയാം, പക്ഷെ ചെത്തിയ കല്ലുകൊണ്ടരുത്. അടുത്തതായി നമ്മൾ വായിക്കുന്നത്, പണിയുമ്പോൾ ഖദിരമരം കൊണ്ട് പണിത് ചാമ്രം കൊണ്ട് അതിനെ പൊതിഞ്ഞുകൊള്ളണം. ഖദിരമരം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷികവും പ്രാകൃതവുമായ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നു. ആ സ്വഭാവമായിട്ട് ദൈവസ്ഥലിൽ യാഗപീഠമായി തീരരുത്. അതിനെ ദൈവത്തിന്റെ കൃപയാകുന്ന ചാമ്രം കൊണ്ട് പൊതിയണം. നമ്മുടെ ജീവിതത്തിലെ മാനുഷികങ്ങൾ, പ്രാകൃതങ്ങൾ പുറത്തു വരാതെ ദൈവകൃപ കൊണ്ട് അതിനെ മൂടപ്പെട്ടവരായി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ കടന്നു വന്നാട്ടെ. നിന്റെ വഴിപാടിനെ കർത്താവ് പ്രസാദിക്കുവാൻ ഇടയായി തീരും. സമയം കടന്നുപോയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇതാ അബ്രഹാം ഹെബ്രോനിൽ കടന്നുപോയി. അവിടെ അവൻ ഹെമ്രയുടെ ചോപ്പിൽ കൂടാരം
കൂടാരമടിച്ചു. അവിടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, അബ്രഹാം ഹെബ്രോണിൽ പോയി. ഹെബ്രോണിൽ മാത്രമല്ല കൂടാരമടിച്ചത്, അവിടെ നമ്മൾ വായിക്കുന്നു ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിലാണ് അവൻ കൂടാരമടിച്ചത്. എന്താണ് മമ്രയുടെ തോപ്പിൽ കൂടാരമടിക്കുക എന്ന് വെച്ചാൽ, ഹെബ്രോണിന് 3 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ മമ്രയുടെ തോപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. മമ്രയുടെ തോപ്പെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ഒന്ന്, മമ്ര എന്ന വാക്കിന്റെ അർത്ഥം ബലം എന്നുള്ളതാകുന്നു. സ്തോത്രം. ആകയാൽ മമ്രയുടെ തോപ്പിൽ, ഹെബ്രോണിൽ മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ആത്മീക ജീവിതത്തിൽ നമ്മുടെ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമക്കൾ ജീവിക്കണം. വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലുള്ള ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ തമ്മിലുള്ള ഐക്യതയാണ് ആത്മീക ജീവിതത്തിന്റെ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയിങ്കലെ സന്തോഷമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ വിശ്രമിക്കുന്നതുമാണ് ആത്മീക ജീവിതത്തിന്റെ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മമ്രയുടെ തോപ്പിൽ നമുക്ക് കൂടാരമടിക്കാം. അത് മാത്രമല്ല, മമ്രയുടെ തോപ്പിൽ വെച്ച് മറ്റൊരു കാര്യവും കൂടെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഇത് അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നശിച്ചു പോകുന്ന സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. കർത്താവേ, ഒരു 10 നീതിമാന്മാരെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ നശിപ്പിക്കരുതേ. അവിടെ വെച്ചാണ് അബ്രഹാം ദൈവത്തോട് പക്ഷപാതം ചെയ്തത്. ഇന്ന് രാത്രി നമുക്ക് ഈ ദേശത്തെ ഓർത്ത് നിലവിളിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ വെണ്ണിക്കുളം ദേശത്ത് നശിച്ചു പോകുന്ന എത്രയോ ആത്മാക്കളുണ്ട്. സത്യത്തെ അറിയാത്ത എത്രയോ ആത്മാക്കളുണ്ട്. ഇന്ന് ഇരുട്ടിൽ ജീവിക്കുന്ന എത്രയോ ആത്മാക്കളുണ്ട്. അബ്രഹാം മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ അതരങ്ങൾ തുറക്കുമോ? ദൈവത്തോട് ഒരു നിമിഷം നീ കരയുമോ? കർത്താവേ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു നിമിഷം നീ കരഞ്ഞാട്ട്. ദൈവത്തിന്റെ നാമം മൗനമായിട്ടിരിക്കരുത്. വായു തുറന്ന് ദൈവത്തോട് നിലവിളിച്ചാട്ട്. ഉള്ള അവസ്ഥയിൽ ചെത്താത്ത കല്ലുമായിട്ട് ഒരു യാഗപീഠമായി നീ ചെന്നാട്ടെ. ദൈവ കൃപ കൊണ്ട് പൊതിയപ്പെട്ടവനായി നീ ചെന്നാട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ വെറും മണ്ണ് നേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയോട് നീ ചെന്നാട്ടെ. ഇന്ന് രാത്രി ഈ ദേശത്തിന് വേണ്ടി നമുക്ക് നിലവിളിക്കാം. നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം. എത്ര ദൈവമക്കൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. സ്വർഗം ഈ ദേശത്തോട് കരുണ കാണിക്കാൻ പോകുന്നു. ഈ വെണ്ണിക്കുളം ദേശത്തോട് ദൈവം കരുണ കാണിക്കാൻ പോകുന്നു. അനേക ജീവിതങ്ങളെ ഇന്ന് രാത്രി കർത്താവ് രക്ഷിക്കാൻ പോവുകയാണ്. സ്വർഗത്തിൽ അനേകരുടെ പേരുകൾ ഇന്ന് രാത്രി എഴുതാൻ പോവുകയാണ്. ഒരുപക്ഷേ നീ അലസമായി നിന്നാൽ, പ്രിയ ദൈവത്തിലെ സഭയം നിന്റെ മുൻപിലില്ല. നീ നിന്റെ വായു തുറന്ന് നിലവിളിച്ചാട്ട്. നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചാട്ട്. ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചാട്ട്. നിന്റെ വായു തുറന്ന് നിലവിളിക്കുവീൻ. പാപങ്ങൾ ക്ഷമിക്കുവാനോ